പഠിച്ചോ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസമല്ലായിരിക്കാൻ ഈ നല്ല പകൽക്കാലവും സർവശക്തനാധിപ നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല സാവകാശങ്ങളെ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്തസല്ലായിരിക്കുന്ന കർത്താവിൽ ബഹുമാനി ദിവദാസമാ ദിവസമല്ലായിരിക്കുന്ന എല്ലാ വിലപ്പെട്ട വിജയത്തിനും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ ഉപവാസത്തിൻ്റെ ഈ 12ാമത് പകൽക്കാലവും കർത്തൃപാദപടത്തിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. കഴിഞ്ഞ 11 പകലും 12 രാത്രിയും ദൈവസഭയായ ദിവസം താണിരിപ്പാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തിയ കൃപകളെ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഓരോ ദിവസവും കർത്താവ് തൻ്റെ ഭക്തന്മാരെ നമ്മുടെ മധ്യ അയച്ച് ദൈവത്തിൻ്റെ ആത്മാവ് മാറ്റമില്ലാത്ത ദൈവശബ്ദങ്ങളെ കേൾപ്പിച്ച എല്ലാ ദൈവകൃപയെ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷാൽ ഇന്ന് പകൽക്കാലത്തെയും രാത്രികാലത്തെ ശുശ്രൂഷയ്ക്കായി ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവിൽ ബഹുമാനി ദിവദാസൻ പാസ്റ്റർ ബെന്നി അവരുകളെ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്തൃത്വത്തിനെ ദൈവസഭയ്ക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അനവധി പ്രാവശ്യങ്ങൾ നമ്മുടെ സഭകളിൽ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ടതായ ശക്തമായ ശുശ്രൂഷ ചെയ്യുവാൻ ഇന്നലകളിൽ കർത്തൃത്വത്തിനെ കർത്താവ് ബലപ്പെടുത്തിയിട്ടുണ്ട്. അവർ കർത്താവിനെ സ്തുതിക്കുന്നു. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ ഈ ശബ്ദമല്ലല്ലോ, നല്ലവണ്ണം കർത്താവിനെ സ്തുതിച്ചേ. സ്തോത്രം. കർത്തൃദാസനെ ഇന്ന് പകൽക്കാലം ബലപ്പെടുത്തട്ടെ. സ്തോത്രം. ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്തൃദാസന് ദൈവസഭയുടെ പേരിൽ വ്യക്തിപരമുള്ള സ്വാഗതവും വന്ദനവും ഈ പകൽക്കാലം അറിയിക്കുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയോടെയും പ്രതീക്ഷയുടെ ദിവസമല്ലായിരിക്കാം. ഒന്ന് സ്തോത്രം പറഞ്ഞേ. അതങ്ങനെ തന്നെയാ. സ്തോത്രം. ശ്രദ്ധിക്കണേ. അതുകൊണ്ട് നമ്മളിരിക്കുന്നത് ഒരു വലിയ പ്രാപിക്കാനൊരാഗ്രഹം. സ്തോത്രം. അല്ലെങ്കിൽ ഞാനിവിടെ കർത്താവിൻ്റെ ഉള്ളത്തോട് പറഞ്ഞതുകൊണ്ടാണ്, കർത്തദാസൻ്റെ സമയം കടമെടുക്കുകയല്ല. കർത്താവിൻ്റെ ഉള്ളത്തോട് പറഞ്ഞൊരു വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവദാസന്മാർ പലപ്പോഴും പറഞ്ഞൊരു വാക്യ, കൊയ്ത്തും കഴിഞ്ഞു. കേട്ടില്ല? ഉറക്കെ പറഞ്ഞ വാക്ക്. കൊയ്ത്തും കഴിഞ്ഞു. കൊയ്ത്തും കഴിഞ്ഞു. അങ്ങനെ പറ. ഞാൻ പറഞ്ഞ പറ. കൊയ്ത്തും കഴിഞ്ഞു, ബാലശേഖരവും കഴിഞ്ഞു. അടുത്ത വാക്യം ഒന്ന് പറഞ്ഞേ. അടുത്ത പറ. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ തന്നെ പറഞ്ഞു. ഞാനോ. സ്തോത്രം. ഈ ഉപവാസം ഓരോരുത്തരും ഗുണപ്പെടാനുള്ളതാ. ഒരു നല്ല സ്തോത്രം പറ. ഞാൻ ആത്മാവിൽ പറയുന്നു. സ്തോത്രം. പ്രാപിക്കാൻ ഒരു വലിയ മനസ്സ്, കേൾക്കാൻ ഒരു വലിയ മനസ്സ്, അത് ആഗ്രഹിച്ചുകൊണ്ട് അല്പസമയം കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അല്ലെങ്കിൽ എനിക്കൊന്ന് മാറിയേ പറ്റൂ, എൻ്റെ അനുഭവങ്ങളൊന്ന് മാറിയേ പറ്റൂ, അല്ലെ സർവശക്തനായ ദൈവത്തിന്റെ കരുതലൊന്ന് വെളിപ്പെട്ടേ പറ്റൂ, അല്ലെങ്കിൽ കർത്താവിന്റെ ശബ്ദമൊന്ന് മുഴങ്ങിയേ പറ്റൂ, ഒരാത്മ നിറവ് വെളിപ്പെട്ടേ പറ്റൂ. ഉടവന സന്ധര രഗദര അതല രഗദര വല ശംദുല വല വല അതല രഗദര വല ശംദുര വല വല. വളരെ പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെ നമുക്ക് ദിവസമല്ലായിരിക്കാം കർത്തൃത്വത്തിനെ സൂക്ഷിക്കായി ക്ഷണിക്കും. കർത്താവിൻ്റെ ധന്യനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ പകൽവേളയ്ക്കായി കർത്താവിന് മഹത്വം കരേറ്റുന്നു. ക്രമീകരിച്ച ഉപവാസ പ്രാർത്ഥനയുടെ 12ാമത് പകലിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നല്ലോ. നിരന്തരമായി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തിരുവെഴുത്തുകൾക്കായിട്ടും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് കർത്താവ് നൽകുന്ന നല്ല സന്ദർഭങ്ങൾ എത്രയോ വിലപ്പെട്ടതാണെന്ന് അനുഭവിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. തിരുവചനം കേൾക്കുവാൻ, സ്വാതന്ത്ര്യമായി ആരാധിപ്പാൻ അവസരം ലഭ്യമാകാത്ത എത്രയോ ആയിരങ്ങൾ നമ്മുടെ മുൻപിലുള്ളപ്പോൾ കർത്താവ് നമുക്ക് തരുന്ന വിലപ്പെട്ട സാവകാശങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായ സന്ദേശങ്ങൾ കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുവല്ലോ. എല്ലാ വർഷവും നിരവധി പ്രാവശ്യങ്ങളിൽ 21 മാത്രമല്ലല്ലോ, എല്ലാ മാസവും ദൈവം നിങ്ങൾക്ക് ഉപവാസ പ്രാർത്ഥന നൽകുന്നുണ്ട്. കർത്താവിൻ്റെ ദാസന്മാരെ അയച്ച് ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഗുണീകരണത്തിനും യഥാസ്ഥാനത്തിനും കാരണമായി ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇവിടെ ശുശ്രൂഷിക്കുകയും ഞാൻ വളരെയധികം ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ അഭിഷിക്തൻ ചേർന്ന് കൈത്താങ്ങൽ നൽകുന്ന ദൈവവൃത്യന്മാർ, ദൈവസഭ, എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് പരിചയമുള്ള ഒത്തിരി മുഖങ്ങൾ ഇവിടെയുണ്ട്. എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ് കഴിഞ്ഞ നാളുകളിൽ നിർത്തിയത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയംഗമായി നന്ദി പറയുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ദൈവദാസനോട് ചോദിച്ചപ്പോൾ ഇവിടെ ധാരാളം പേര് ചേർന്ന് ഉപവസിക്കുന്നതായിട്ട് അറിയുവാനായിട്ടിടയായി തീർന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. നിരവധി പേർ ഇതിനകത്ത് പൂർണ്ണ സമയം ഉപവാസത്തോടെ ആയിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട്.
ഇന്ന് 12 ദിവസമായി യാതൊരു ക്ഷീണവുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുക. കാരണം ഈ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ 3 ദിവസം നിരാഹാരം ഇരിക്കുന്നവരെ 4-ാം ദിവസം മെഡിക്കൽ കോളേജിൻ്റെ ICUലാക്കും. ഗവൺമെൻറ്റൊക്കെ ഭയങ്കര ആയിട്ട് ഇടപെടുന്ന വിഷയങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മൾ 12 അല്ല 40 ഇരുന്നാലും പന്ത് കുതിക്കുന്ന പോലെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നത് കഴിച്ചവർക്കാ ക്ഷീണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കഴിക്കാതെ ഇരിക്കുന്ന ആ ദൈവസനെ ഇന്ന് പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പട്ടിണി ഇരിക്കുകയല്ലോ, കർത്താവിൻ്റെ കൂടെ വസിക്കുകയല്ലേ. ദൈവത്തിന് സ്തോത്രം. അത്യന്തമായ ശക്തിയും സാന്നിധ്യവും. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, മറ്റേതൊരു ശക്തിക്ക് ഇത് പകരാൻ കഴിയും? മറ്റേതൊരു മാർഗത്തിലുണ്ട് ഇങ്ങനെയൊരു മാർഗം? ദൈവത്തിന് സ്തോത്രം. അസാധാരണമായ ദൈവ സാന്നിധ്യം, ദൈവത്തിൻ്റെ സ്തോത്രം നമ്മുടെ മേൽ പകർന്ന് കർത്താവ് നമ്മെ ശക്തീകരിക്കുന്ന ദൈവകൃപയെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പം ഒരു സഭയിൽ 40 ദിവസം ഉപവാസം. ഞാൻ ചോദിച്ചു, ഇവിടെ എത്ര പേര് 40 ദിവസം ഉപവസിക്കുന്നുണ്ടെന്ന്. ഞാൻ ഒരാളെ കൈ ഉയർത്തിയുള്ളൂ. ആ ആൾക്ക് 92 വയസ്സുള്ള ഒരു അപ്പച്ചനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. 40 ദിവസം പൂർണ്ണ ഉപവാസമാണ്. വളരെ മെലിഞ്ഞ ഒരു വ്യക്തിത്വം. എന്നാൽ ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇതൊരു ലഹരിയാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പാളയം ദൈവസഭയുടെ ലഹരിയായി മാറട്ടെ ഉപവാസം. കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന ദിനങ്ങളായി തീരട്ടെ. പാതാളസേന നടുങ്ങുന്നത് ആത്മമണ്ഡലം വെളിപ്പെടുന്ന അഭിഷക്തന്റെ മുമ്പിലാണ്. അന്ധകാര ശക്തികൾ വിറയ്ക്കുന്നത് ഇവിടുത്തെ അഭിഷേകം പ്രാപിച്ച ദൈവസഭയുടെ മുമ്പിലാ. പോരാടുന്ന ദൈവജനത്തിന്റെ മുമ്പിലാ. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിനെ പകൽക്കാലം വിളിച്ചു പറ. നിന്റെ കുടുംബത്തിനെതിരെ, തലമുറയ്ക്കെതിരെ, വാഗ്ദത്തങ്ങൾക്കെതിരെ അവൻ മറപിടിച്ച് വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ ബഹുഭൂരിപക്ഷത്തിൻ്റെയും പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത് ഭൗതിക വിഷയങ്ങളുടെ മുൻഗണനയായിരിക്കും ഉണ്ടായിരിക്കുന്നത് കൂടുതലും. ചില വിഷയങ്ങളൊക്കെ ആത്മീയ വിഷയങ്ങളും പ്രാർത്ഥിക്കുമായിരിക്കും. അതിൽ ഏറിയ പങ്കും ഭൗതിക വിഷയങ്ങളുടെ കാര്യങ്ങളുടെ ക്രമീകരണമായിരിക്കും നമ്മൾ ദൈവത്തിന് വെക്കുന്നത്. എന്നാൽ ആത്മീയ വിഷയങ്ങൾ മാത്രം വെക്കുന്ന ഒരു കൂട്ടരുണ്ട്. ദൈവത്തിന് സ്തോത്രം. വ്യത്യസ്ത രീതിയിലാണ്. എന്നാൽ ഇന്ന് പകലിൽ ആമേൻ ഈ ഭൗതിക വിഷയങ്ങൾ വെക്കുന്നവരോട് വാഗ്ദത്തം പറഞ്ഞാലേ അവർ കൈയടിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 21 ദിവസം വാഗ്ദത്തം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായി ഇതിനകത്ത് 95%. പ്രൈസ് ദി ലോർഡ്. എത്രമാത്രം വാഗ്ദത്തങ്ങൾ നാം കേട്ട് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദർശനത്തിന് ഒരു അവധി, സമാപ്തിയിലേക്ക് എത്തുവാൻ അത് വരും നിശ്ചയമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്നലെ കേട്ടത് വരും. എന്നാൽ ഇന്ന് പകലിൽ നീ പ്രാപിക്കാനുള്ളത് ഉയരത്തിൽ നിന്ന് പ്രാപിക്കുന്നവരായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഭൗതിക വിഷയവും ആത്മീക വിഷയത്തിലുള്ള ഉയർച്ചയും ഈ 2 മേഖലകളും വിട്ടിട്ട് ഞാൻ വേറൊരു തലത്തിലേക്ക് ഇന്ന് പകൽ നിങ്ങളെ അല്പസമയം കൊണ്ടുപോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവുമായിട്ടുള്ള സ്നേഹബന്ധം, യേശു ക്രിസ്തുവിനെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നു എന്ന്. അതുകൊണ്ട് ഒത്തിരി കയ്യടിയൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ശാന്തമായിട്ട് കേട്ടാൽ മതി. ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഇന്ന് പകൽ ഒരു പടിയും കൂടി എനിക്ക് യേശുവിനെ സ്നേഹിക്കണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഈ 12-ാം ദിവസം എൻ്റെ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം കർത്താവിനെ അല്പം കൂടി സ്നേഹിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വലിയ തിയോളജിയോ വലിയ ആഴത്തിലുള്ള ഒരു മെസ്സേജ് ഒന്നുമല്ല ഞാൻ പറയാൻ വരുന്നത്. വളരെ ലളിതമായൊരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ആധാരമായൊരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15-ാം വാക്യം ഒരാൾക്ക് വായിക്കാം. മതി, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട നല്ല പിതാവേ, അനുഗ്രഹീത പകലിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവസഭ ക്രമീകരിച്ച ഉപവാസ പ്രാർത്ഥനയുടെ 12-ാം പകലിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നല്ലോ. ഞങ്ങളുടെ
ജീവിതത്തിൽ വിസ്മരിക്കാനാകാത്ത ഒരു പകലാക്കി തീർക്കണമേ. ക്രമീകരണത്തിൻ്റെയും യഥാസ്ഥാനത്തിൻ്റെയും പകലായി തീരുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഈ പകൽ ഞങ്ങളുടെ മേൽ പകരണമേ. വളരെ ബദ്ധപ്പാടിൻ്റെ നടുവിലാണല്ലോ അങ്ങയുടെ ജനം ഓടി വന്നത്. ഇന്ന് പകലവരെ വെറുതെ വിടല്ലേ കർത്താവേ. വെറും കൈയോടെ നീ ആരെയും വിട്ടിട്ടില്ലല്ലോ. പട്ടിണിയായി നീ ആരെയും വിടുന്ന ദൈവമല്ലല്ലോ. നിലവാരം അറിഞ്ഞ് കർത്താവ് ഞങ്ങളോട് സംസാരിക്കണം. ഹൃദ്യമായി ഞങ്ങളോട് ഇടപെടണം. ദൈവത്തിൻ്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. അങ്ങയുടെ ആലോചന സഭയിൽ ഞങ്ങളെ ഇരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഉപവസിക്കുന്ന അങ്ങയുടെ അഭിഷിക്തന്മാരെയും ദൈവസഭയെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിച്ച് സഹായിച്ചാട്ട്. തിരുവചനത്തിൻ്റെ വാതിൽ ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ. ഹൃദ്യമായ ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ മറച്ചിരുത്തിക്കാട്ട്. സന്നിധിബോധത്തോടെ അല്ലാതെ ആരും ഇവിടെ ഇരിക്കാൻ അനുവദിക്കല്ലേ. യഥാർത്ഥമായ ആത്മനിറവിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണമേ കർത്താവേ. ഇന്ന് പകൽ കൃപാവരങ്ങളുടെ കൈമാറ്റം നടക്കണമേ കർത്താവേ. കൃപാവരങ്ങളുടെ ജ്വലനം നടക്കണമേ. അപ്പച്ചനെ അധികമായി സ്നേഹിക്കാനുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ. ലോകത്തെ ഒന്ന് വെറുക്കാനുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ. താഴ്വരെ ഒന്ന് മറക്കാനുള്ള ഹൃദയം ഞങ്ങൾക്ക് തരണമേ കർത്താവേ. അല്പസമയം ഞങ്ങൾ ഞങ്ങളുടെ പാദപീഠത്തിലിരിക്കട്ടെ. മഹത്വമെല്ലാം ഞങ്ങൾ തിരുമേനിക്ക് നൽകുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം ആരംഭവാക്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ, എടുക്കണ്ട, എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഞാൻ ഒന്ന് തൊട്ട് പറയാം. അധികം വാക്യങ്ങൾ എടുക്കാതെ സമയപരിധിക്കുള്ളിൽ ഇരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുക. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കണ്ടതിന് ശേഷം, പ്രൈസ് ലോർഡ്, പത്രോസ് പിന്നെയും തൻ്റെ പഴയ പണിക്ക് എന്ത് ചെയ്തു? പോയി. നിങ്ങൾക്ക് ആ ഭാഗം നന്നായിട്ടറിയാം. പോയി, സന്ധ്യയായപ്പോൾ പോയി, നേരം പ്രഭാതമാകുന്നത് വരെ വീശി, ഒന്നും ലഭിച്ചില്ല എന്ന് തിരുവചനത്തിൽ നാം കാണുന്നു. എന്നാൽ പുലർച്ചെയായപ്പോൾ യേശു കടലിൻ്റെ കരയിൽ ചെന്നിട്ട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. പടകിൻ്റെ വലതുവശത്ത് വീശാൻ പറഞ്ഞു. പത്രോസും കൂട്ടരും അനുസരിച്ചു. വീശി പെരുത്ത മീൻകൂട്ടം കണ്ടു. അവരത് പിടിച്ച് കരയ്ക്ക് കയറ്റി വന്നപ്പോൾ കനലിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു എന്ന് ദൈവവചനം കർത്താവ് അവർക്ക് കൊടുത്തു എന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്നു. ആ ഭാഗം കഴിഞ്ഞിട്ടാണ് നാം വായിച്ച വേദഭാഗത്തിലേക്ക് വരുന്നത്. പ്രാതൽ കഴിഞ്ഞ ശേഷം യേശു പത്രോസിനോട് ചോദിക്കുന്നു, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. കർത്താവ് ഇവിടെ പത്രോസിനോട് ചോദിക്കുന്ന, നീ എന്നെ ഇവരിൽ അധികമായി സ്നേഹിക്കുന്നുവോ എന്നുള്ള ചോദ്യവും, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് പത്രോസ് പറയുന്ന ആ വാക്കും, രണ്ട് പദങ്ങളാണ് ഗ്രീക്ക് ഭാഷയിൽ കൊടുത്തിരിക്കുന്നത്. ഒന്ന്, യേശു ചോദിച്ച ആ ഭാഗത്തുള്ള സ്നേഹത്തിന് കൊടുത്തിരിക്കുന്ന അഗപ്പെ എന്ന് പറയുന്ന വാക്കാണ്. അതിൻ്റെ അർത്ഥം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശു കാൽവരിയിൽ കാണിച്ച ആ സ്നേഹമാണ്. എന്നാൽ രണ്ടാമത് പത്രോസ് എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് പറയുന്ന ആ വാക്കിന് ഫിലിയോ എന്ന വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം സ്നേഹിച്ചാൽ സ്നേഹിക്കാമെന്ന. ഇങ്ങോട്ട് സ്നേഹം കിട്ടിയാൽ അങ്ങോട്ട് എന്ത് ചെയ്യാം? സ്നേഹിക്കാം. എന്നാൽ കർത്താവ് ചോദിച്ചത്, സ്നേഹിച്ചില്ലെങ്കിലും സ്നേഹിക്കാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരിയിൽ തകർക്കപ്പെട്ട യേശുവിന്റെ സ്നേഹം, അതാണ് അഗപ്പെ.
അതൊരു പക്ഷേ പത്രോസിന് നൽകാൻ കഴിയില്ലായിരിക്കാം. എന്നാലും യേശു ആഗ്രഹിച്ച അളവിൽ പത്രോസിൽ നിന്നൊരു മറുപടി ലഭിക്കാഞ്ഞതുകൊണ്ട് രണ്ടാമത് ഒന്നുകൂടി ചോദിച്ചു. അപ്പോഴും പത്രോസ് പറഞ്ഞു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് പറഞ്ഞു. ഈ 2 പ്രാവശ്യം പ്രിയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് മൂന്നാമത് ചോദിച്ചു, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. ആദ്യം 2 പ്രാവശ്യം ചോദിച്ചത് നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്ന്. 3-ാം പ്രാവശ്യം കർത്താവ് ചോദിച്ചു, നീ 2 പ്രാവശ്യം എന്നോട് പറഞ്ഞു, ആമേൻ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് പറഞ്ഞു. കർത്താവ് 3-ാമത് ചോദിച്ചത് നിനക്ക് എന്നോട്. അങ്ങനെ ചോദിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഈ പറഞ്ഞതിനകത്തും കർത്താവ് വലിയ സംതൃപ്തന് അല്ല, ഇവൻ തോറ്റ് നിൽക്കുക ഇതിനകത്തും. അത് മനസ്സിലാക്കിയിട്ടാണ് കർത്താവ് ചോദിച്ചത്, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നീ സകലതും അറിയുന്നു എന്ന് പറഞ്ഞ പത്രോസ് അവിടെ വല്ലാതെ നിൽക്കുന്ന ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ഈ 12-ാം ദിനത്തിൽ നമ്മെ സ്നേഹിച്ച് വീണ്ടെടുത്ത, പാരമ്പര്യത്തിൽ നിന്ന്, അന്യ ആരാധനയിൽ നിന്ന്, ജാതീയമായതിൽ നിന്ന്, അബദ്ധജടിലമായ പഠിപ്പിക്കലുകളുടെ നടുവിൽ നിന്ന് സത്യത്തിനു വേണ്ടി നിൽക്കുവാനായി, ആത്മാവിൽ ആരാധിപ്പാനായി നമ്മെ വേർതിരിച്ച കർത്താവിനോട് ഇന്ന് പകൽ ആഴമേറിയ സ്നേഹമുണ്ടെന്ന് സ്വർഗത്തിന് വെളിപ്പെടുന്ന ഒരു ദിനമായി തീരുവാൻ, ആമേൻ, നമ്മെ നോക്കി കർത്താവിനത് ബോധ്യം വരുന്ന പകലായി മാറുവാൻ ഹൃദയപൂർവം ഒരുങ്ങുന്ന പകലായി തീരണം. എൻ്റെ ഒരു സ്നേഹിതൻ UK ഒരു ശുശ്രൂഷയ്ക്ക് പോയി. അദ്ദേഹം കേംബ്രിഡ്ജിലാണ് ശുശ്രൂഷയ്ക്കായിട്ട് ചെന്നത്. ലണ്ടനിൽ നിന്ന് 2 മണിക്കൂർ യാത്രയുണ്ട് കേംബ്രിഡ്ജിലേക്ക്. 3 ആഴ്ചയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ 3 ആഴ്ചയും ലണ്ടനിൽ നിന്ന് 2 മണിക്കൂർ ഒരു വഴിക്ക് യാത്രയുണ്ട്. യാത്ര ചെയ്ത് അവിടെ ചെന്ന ഒരു കുടുംബം, അവർ 20 ഡോക്ടേഴ്സാണ്, 8 വയസ്സുള്ള ഒരു കുഞ്ഞുമുണ്ട്. ഒറ്റ യോഗം പോലും ഈ കുടുംബം ഒഴിവാക്കാതെ എല്ലാ മീറ്റിങ്ങിനും ചെന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത്, വൈകിട്ടത്തെ മീറ്റിങ്ങുകളിൽ, പകൽ ജോലിക്ക് പോയിട്ട് വൈകിട്ട് എല്ലാ ദിവസവും 2 മണിക്കൂർ ലണ്ടനിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് കേംബ്രിഡ്ജിൽ ചെന്ന് ഈ യോഗത്തിന് സംബന്ധിക്കും. ആ ഡോക്ടറെ കുറിച്ച് എൻ്റെ സ്നേഹിതൻ പറഞ്ഞത്, അദ്ദേഹം മാരകമായ എന്തോ ഒരു രോഗം തൻ്റെ ജീവിതത്തിൽ വന്നിട്ട് ഒരു സൈഡ് തളർന്നു പോയിട്ട് പിന്നീട് കർത്താവിൻ്റെ കൃപയാൽ അവിടുത്തെ ചികിത്സയും ഒക്കെ തനിക്ക് ലഭിച്ചു. തൻ്റെ ശരീരത്തിൽ എന്തോ ബെൽറ്റ് പോലെ ഒരു സൈഡിൽ ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ച് അത്യാവശ്യം നടക്കും. അങ്ങനെയുള്ള വ്യക്തിയാണ് ഈ കാറ് ഡ്രൈവ് ചെയ്ത് ഇത്രയും ദൂരം ചെന്നത്. മാത്രമല്ല 8 വയസ്സ് പ്രായമുള്ള ഈ കുഞ്ഞ് അബ്നോർമലാണ്, ഓട്ടിസം ബാധിച്ച കുഞ്ഞ്. ഈ ഒരു കുഞ്ഞേ ഉള്ളൂ. കർത്താവിൻ്റെ ദാസൻ ആ കുടുംബത്തോട് ചോദിച്ചു, ഇത്രയും ത്യാഗം സഹിച്ച് ഈ എല്ലാ ദിവസവും കൂട്ടായ്മയ്ക്ക് വരുവാൻ എങ്ങനെയാ കഴിഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞ മറുപടി, കർത്താവിൻ്റെ സ്നേഹം ഓർത്താൽ. ആരെങ്കിലും ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ പരാതി പറയുന്നവരായി ഇതിനകത്ത് 90%. നിരാശയുടെ സാക്ഷ്യമാ പലപ്പോഴും പറയുന്നത്. ശരീരത്തിൽ ക്ലേശങ്ങൾ പലതുണ്ടായിട്ടും, രോഗത്തിന് താൻ അടിമയായിട്ടും, തൻ്റെ കുഞ്ഞ് അബ്നോർമലായിട്ടും പറയുന്നു, യേശുവിൻ്റെ സ്നേഹമോർത്താൽ അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. പിരിയാൻ നേരം കർത്താവിൻ്റെ ദാസൻ ചോദിച്ചു, എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടോ?
ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചുകൊള്ളാൻ, സഭയായിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചൊരു മറുപടി പറഞ്ഞു, വേറെ ഒന്നിനു വേണ്ടിയും പ്രാർത്ഥിക്കണ്ട, എൻ്റെ കർത്താവിനെ ഇന്ന് സ്നേഹിക്കുന്നതിൽ ഒരു പടിയും കൂടി കടന്ന് സ്നേഹിക്കാൻ ഒരു കൃപ ലഭിക്കാൻ പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. സ്വന്തം മനസാക്ഷിയോട് ഇന്ന് പകൽ ചോദിക്കണം, പ്രാണപ്രിയനോടുള്ള സ്നേഹത്തിൽ നീ ജയാളിയാണോ? മറ്റു പലതിനും പങ്കുവച്ചതിൻ്റെ ബാക്കിയല്ലേ കർത്താവിന് കൊടുത്തത്? ഹല്ലേലൂയ. ഭർത്താവിനോടുള്ള സ്നേഹത്തിന്റെ ആഴം പ്രാണപ്രിയനോടുണ്ടോ? മക്കളോടുള്ള സ്നേഹത്തിന്റെ ആഴം, നന്മകളോടുള്ള, ഭൗതികത്തോടുള്ള സ്നേഹത്തിന്റെ ആഴം കർത്താവിനോടുണ്ടോ ഇന്ന് പകൽ? എത്ര പേര് ഇന്ന് പകൽ യേശുക്രിസ്തുവിനെ ആഴമായി സ്നേഹിക്കാൻ ഒരു ഹൃദയം എനിക്ക് തരണമേ എന്ന് ആത്മാർത്ഥമായി പറയാൻ ഇതിന് നടുവിലുണ്ട്. പല മേഖലകളിലും തോറ്റുപോയത് പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടിക്കൊണ്ട് ഈ പകൽ നിന്നോടായി, നമ്മോടായി ഒരുമിച്ച് ദൈവാത്മാവ് അവൻ ഇടപെടുന്ന പകലായത്. പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, ഒരു പടിയും കൂടെ കടന്ന് സ്നേഹിക്കാൻ നിനക്ക് കഴിയുമോ? ജീസസ്, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരാളുടെ അനുഭവം കേൾക്കുവാനിടയായിത്തീർന്നു. എൻ്റെ ഏറ്റവും അടുത്തൊരു സ്നേഹിതൻ തന്നെ നോർത്ത് ഇന്ത്യയിൽ ഒരു ശുശ്രൂഷയ്ക്ക് പോയിട്ട് വന്നിട്ട് മിനിഞ്ഞാന്ന് രാത്രിയിൽ, അന്നാ താൻ വന്നത്, ആ രാത്രിയിൽ തന്നെ എന്നെ ടെലിഫോൺ ചെയ്തിട്ട് രാത്രി 11 മണിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഒരു പ്രത്യേക വിഷയം പറയാനുണ്ട്, അതുകൊണ്ടാണ് ഈ രാത്രിയിൽ വിളിച്ചത്, എൻ്റെ ഹൃദയത്തിൽ എനിക്ക് തിങ്ങുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ വിളിച്ചതെന്ന് പറഞ്ഞ് അദ്ദേഹം ഷെയർ ചെയ്യുവാനിടയായിത്തീർന്നു. താൻ പറഞ്ഞ എൻ്റെ സ്നേഹിതൻ നോർത്ത് ഇന്ത്യയിൽ വിശ്രമമില്ലാതെ എല്ലാ സ്റ്റേറ്റുകളിലും കർത്താവിൻ്റെ വേലയ്ക്കായി പോവുകയും ബർമയിലും നേപ്പാളിലും സിക്കിമിലും ഒക്കെ കർത്താവിൻ്റെ വേലയ്ക്കായി വളരെ ക്ഷീണ പ്രയത്നം ചെയ്യുന്ന ഒരു ദൈവവൃത്തിന. താൻ എന്നോട് പറഞ്ഞത്, തൻ്റെ ശുശ്രൂഷ കാലയളവിൽ അസാധാരണമായ വ്യക്തിത്വത്തിന് ഉടമയായ ഒരു മനുഷ്യനെ കഴിഞ്ഞ ആഴ്ച കാണാനിടയായെന്ന് പറഞ്ഞു. ഇത്രയും സന്തോഷമുള്ള ഒരു വ്യക്തിത്വത്തെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇത്രയും പുഞ്ചിരിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇത്രയും ആനന്ദമുള്ള ഒരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. തമിഴ് ബ്രാഹ്മണനാ, റെയിൽവേയിൽ ഉന്നതമായൊരു പോസ്റ്റിൽ ജോലി ചെയ്ത മനുഷ്യനാണ്. 12 ഭാഷകൾ നന്നായി കൈകാര്യം ചെയ്യും. വിവാഹം കഴിച്ചിട്ടില്ല. ചെറുപ്രായത്തിൽ തന്നെ യേശുവിനെ അറിയുവാനിടയായി. ജോലി റിസൈൻ ചെയ്ത് ഭാരതത്തിന്റെ വിവിധ സ്റ്റേറ്റുകളിൽ കർത്താവിനെ ഉയർത്തി അവസാനം 22 വർഷം താന് അനേകരോട് രഹസ്യമായി സുവിശേഷം പങ്കുവെച്ചു. 7 വർഷത്തിനു മുമ്പ് തന്നെ സുവിശേഷം അറിയിച്ചു. ആ 7 വർഷത്തിന് മുൻപ് വരെയുള്ള കാലയളവിൽ തന്നെ അറസ്റ്റ് ചെയ്തിട്ട് വിചാരണയ്ക്കൊന്നും വിടാതെ ആ മനുഷ്യനെ പിടിച്ചിട്ട് തൻ്റെ കാൽപാദങ്ങൾ 2ഉം വെട്ടിക്കളഞ്ഞു. ഉപ്പൂറ്റിയുടെ ഭാഗം മാത്രമുണ്ട്. കൈയുടെ വിരലിൻ്റെ 10 വിരലിലെ നഖങ്ങൾ പിഴുതെടുത്തു. എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അങ്ങനെയുള്ള രഹസ്യ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ജീവശവമെന്ന് നമ്മൾ വിളിക്കും.
പക്ഷെ എൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞത്, ഇത്രയേറെ ആനന്ദമുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. പിരിയാൻ നേരം ഞാൻ പ്രാർത്ഥിക്കാം, എനിക്ക് അറിവുള്ളവരോട് പറയാം, അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചൊരു വാക്ക് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥന. എന്തെങ്കിലും ആശയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറയുന്നു, ഒരേ ഒരു ആശയമുള്ളൂ, എവിടുന്നെങ്കിലും ഒരു പുതിയ പാസ്പോർട്ട് കിട്ടിയായിരുന്നെങ്കിൽ, എനിക്കൊരു പുതിയ പാസ്പോർട്ട് ലഭിച്ചെങ്കിൽ എനിക്കിനിയും പാകിസ്ഥാനിൽ പോകണം. പന്ത്രണ്ടാം ദിവസം പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടുകയാ. ഇതാ യേശുവിനോടുള്ള സ്നേഹം. സഭാ ഹോളിനകത്ത് കയറിയിട്ട് വാദ്യോപകരണങ്ങളുടെ മേളത്തിനകത്ത് കൈകൊട്ടുന്നതല്ല സ്നേഹം. എല്ലാം അനുകൂലമായി നിൽക്കുമ്പോൾ ആത്മാവിലാകുന്നതല്ല സ്നേഹം. ഉപവാസ പ്രാർത്ഥന പാളയം ദൈവസഭയ്ക്കകത്ത് പ്രാണപ്രിയനെ ഉറ്റു സ്നേഹിക്കുന്ന ഒരു കൂട്ടം വേർതിരിയപ്പെടണം. എന്റെ സ്വപ്നങ്ങളെല്ലാം ഞാൻ താഴ്ത്തി വെക്കുക. എനിക്ക് നിന്നെ ഒന്ന് സ്നേഹിച്ച് മരിക്കണമെന്ന് പറയാൻ എത്ര പേരുണ്ട്? അവസരങ്ങൾ പലത് ലഭ്യമായിട്ടും മനഃപൂർവ്വം അവഗണിച്ച് കളഞ്ഞ ലോകത്തിൽ മറ്റു പലതിനും വില കൊടുത്ത് ജീവിച്ച, ഭൗതികത്തിനും ലോകസുഖത്തിനും സ്ഥാനമാനങ്ങൾക്കും പദവികൾക്കും പിറകെ ഓടി കൂട്ടത്തിലൊരു സഭായോഗം നടത്തിപ്പോയ ഭക്തിയുടെ പൊയ്മുഖം ഇന്ന് വലിച്ചു കീറിയിട്ട് ആത്മാവുള്ളവൻ വിളിച്ചു പറ, എന്റെ ശരീരമല്ല എനിക്ക് വിഷയം, എന്റെ അകത്തിരിക്കുന്ന ആത്മാവാണെന്ന് വിഷയമെന്ന് ബോധ്യമുള്ള ദൈവമൈതൽ ആത്മാവിൽ വിളിച്ചു പറ. കണ്ണം കണ്ടമായി നുറുക്കപ്പെട്ടാലും യേശുവിന്റെ സ്നേഹത്തിന് വേണ്ടി നിൽക്കാൻ. ഞാനതാ നിങ്ങളോട് ആദ്യമേ പറഞ്ഞ, ഞാൻ തിയോളജി അല്ല പറയുന്നത്. ഈ 12-ാം ദിവസം തകർന്ന ഹൃദയത്തോടെ പാദം ചുംബിച്ച് കരയാൻ ഒരു കൂട്ടം ഇതിനകത്ത് ഓർതിരിഞ്ഞു വരട്ടെ. കടഞ്ഞെടുത്തിയ ഒരു കൂട്ടം, ആമേ, രൂപപ്പെട്ടു വരുന്ന ഒരു കൂട്ടം, ഓർതിരിയപ്പെട്ട ഒരു കൂട്ടം. ആമേ, 500 പേരിൽ ഒരാളായിട്ടിരിക്കാൻ അല്ല നിന്നെ വിളിച്ചത്. ആമേ, 150 പേരിൽ ഒരാളായിട്ടിരിക്കാൻ അല്ല നിന്നെ വിളിച്ചത്. ആത്മാവിൽ നീ വിളിച്ചു പറ, എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, ആ പാദം ചുംബിപ്പാൻ. ഹല്ലേലൂയ. കർത്താവ് പത്രോസിനോട് ചോദിച്ചു, ആവർത്തിച്ച് ചോദിക്കുക, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ, കർത്താവ് എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് 2 വട്ടം പറഞ്ഞപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് യേശു കയറി, ആമേ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. പത്രോസ് പറഞ്ഞു, നിനക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞു. കാരണം ആമേ, എൻ്റെ ഉള്ളിലിരിപ്പ് നിനക്കറിയാം കർത്താവ്, എൻ്റെ സ്നേഹത്തിന്റെ അളവ് പോലും നിനക്കറിയാം. നീ അളന്നിട്ടാ ഇത് ചോദിച്ചത്. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ദൈവസഭയോട് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, പാസ്റ്ററെ കയ്യടിയോ പാസ്റ്റർ സാക്ഷ്യമോ അല്ല, പ്രാണപ്രിയൻ എന്തു പറയും? ആയിരിക്കുന്ന പദവിയെക്കുറിച്ചൊരു മാന്യതയുണ്ടോ? ആയിരിക്കുന്ന പൊസിഷനെ കുറിച്ചൊരു, ആമേ, സ്ഥാനത്തെക്കുറിച്ച് ഇന്ന് പകൽ, ആമേ, ആദരവുള്ള, ഞാൻ ഏറ്റവും മാന്യമായ നിലയിലാണ് നിൽക്കുന്നതെന്ന്, എന്നെ സ്നേഹിച്ച കർത്താവിന്റെ സ്ഥലയിലായിരിക്കുന്നെന്ന് ഉറപ്പുള്ളവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ബില്ലി ഗ്രഹാമിന്റെ ഭാര്യയോട് ഒരാൾ ചോദിച്ചു, കേവലം ഒരു സുവിശേഷകന്റെ ഭാര്യയായിരിക്കുന്നതിൽ നിനക്ക് ഭാരമൊന്നുമില്ലേ, വേദന തോന്നുന്നില്ലേ? ഉന്നതമായ ലോകത്തിന്റെ ഒരു സ്ഥാനത്ത് എത്തപ്പെടേണ്ട വ്യക്തിത്വമല്ലേ നീ? ഇതിൽ നിനക്ക് മനസ്സിൽ ഭാരമല്ലോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവളൊരു ദൃഷ്ടാന്തം പറഞ്ഞു. കൊച്ചുപ്രായത്തിൽ
ദൈവസഭയിൽ ചെന്നപ്പോൾ ഒരു അഭിഷിക്തന്റെ സാക്ഷ്യം കേട്ട ഞാനെന്ന് എൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചത്. അവരുടെ സഭയിലുള്ള ഒരു യൗവനക്കാരൻ സുവിശേഷത്തിന്റെ ആവശ്യകത മനസ്സിലാക്കി, കർത്താവിന്റെ വേലയുടെ ഗൗരവം മനസ്സിലാക്കി. കമ്മ്യൂണിസ്റ്റ് രാജ്യമായി ഒരിക്കലും സുവിശേഷത്തിന്റെ വാതിൽ തുറക്കപ്പെടാത്ത വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ്. ഇന്നും സുവിശേഷത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടെങ്കിലും രഹസ്യ സഭകളായി ആരാധിക്കുന്ന ചൈനയിൽ കർത്താവിന്റെ വേലയ്ക്ക് ഒരു യൗവനക്കാരൻ പോയി. ആ സഭയിൽ നിന്ന് ചൈന ഇൻലൻഡ് മിഷന്റെ പ്രവർത്തകനായ അവിടെ വർഷങ്ങൾ സേവനമനുഷ്ഠിച്ചു. അവിടെ ചെന്ന് ചൈനീസ് ഭാഷ പഠിച്ചു. കർത്താവിന്റെ വേലയിലായിരിക്കുമ്പോൾ ഒരു ഇംഗ്ലീഷ് കമ്പനി ചൈനയിൽ പുതുതായി ഓപ്പൺ ചെയ്യാനായിട്ട് അവരവിടെ വന്നു. അവർക്ക് ചൈനീസ് ഭാഷയും ഇംഗ്ലീഷ് ഭാഷയും നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയെ വേണം. അന്വേഷിച്ച് വന്നപ്പോൾ ഇത് രണ്ടും കൂടി അറിയാവുന്ന ഏക വ്യക്തി ഈ കർത്താവിന്റെ വേലക്കാരൻ മാത്രമാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു, കാര്യങ്ങൾ അന്വേഷിച്ചു. ചെയ്യുന്നത് നിമിത്തം കിട്ടുന്ന, അല്ലെങ്കിൽ നീ ഇപ്പോൾ ചെയ്യുന്ന ജോലി നിമിത്തം നിനക്ക് കിട്ടുന്ന ഭൗതിക നന്മ എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു വർഷം ഉള്ള വാർഷിക വരുമാനം $800 പറഞ്ഞു. അത്രയേ ഉള്ളൂ. ഈ കമ്പനി ഇദ്ദേഹത്തിന് ഓഫർ ചെയ്തു, $2000 തരാം, ഞങ്ങളുടെ GM ആയിട്ട് നിനക്കൊന്ന് ജോലി ചെയ്യാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു. കമ്പനി പറഞ്ഞു $5000 തരാം. അദ്ദേഹം പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു. കമ്പനി പിന്നെയും പറഞ്ഞു $10000 തരാം. അദ്ദേഹം പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം കമ്പനി പറഞ്ഞു, ശമ്പളം ഇനി ഞങ്ങൾ പറയുന്നില്ല, നിനക്ക് നിന്റെ ശമ്പളം ചോദിക്കാം, ചോദിക്കുന്നത് തരാം. അദ്ദേഹം തിരിച്ചൊരു വാക്ക് പറഞ്ഞു, ശമ്പളം കുറഞ്ഞിട്ടല്ല പറ്റത്തില്ലെന്ന് പറഞ്ഞത്, പിന്നെയോ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ജോലിയുടെ ആ ശ്രേഷ്ഠതയും ആ പദവിയും വിട്ട് താഴോട്ടുള്ള ഒരു പണിക്കിറങ്ങാൻ എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാന്ന് പറഞ്ഞു. രക്തത്താൽ ജയം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മരത്തേന്ന് വീണ് നടുവടിയുമ്പം തെരഞ്ഞെടുക്കുന്ന മാർഗമല്ല സുവിശേഷ വേല. ഇതാണ് ഏറ്റവും മേൽത്തരമായതെന്ന് വെളിപ്പാട് പ്രാപിച്ച ദൈവമൈതൽ പറ. യേശുവിനോട് സ്നേഹമുള്ളവൻ വിളിച്ചു പറ. അതിന്റെ പേരാ യേശുവിനോടുള്ള സ്നേഹം. ഒരു സഭയിൽ എത്ര ഡോക്ടർമാരുണ്ടെന്നോ, എത്ര സയന്റിസ്റ്റ് ഉണ്ടെന്നോ, എത്ര IIT പഠിക്കുന്നവരുണ്ടെന്നോ, എത്ര ഓൾ ഇന്ത്യ പഠിക്കുന്നവരുണ്ടെന്നോ അല്ല, ഒരു സഭയിൽ എത്ര മിഷണറി വീരന്മാരുണ്ടെന്നുള്ളതാ ദൈവസ്നേഹം. ഈ ഉപവാസ പ്രാർത്ഥന പാളയം ദൈവസഭയുടെ ചരിത്രം തിരുത്തണം. ഇപ്പൊ ഞാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആരാധനാ മധ്യത്തിൽ ഇരിക്കുമ്പം ഏറ്റവും വലിയ ജോലി ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നാ പറയും? ഇവിടെ ആയതുകൊണ്ട് നിങ്ങൾ വേറെ ഒന്നും പറയത്തില്ല. എന്തു പറയും? ലോകത്തിലെ ഏറ്റവും വലിയ ജോലി ഏതാന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ എന്താ പറയുന്നേ? കർത്താവിന്റെ വേലയാന്ന് പറയും. മക്കളെ എന്താ വിടാത്തതെന്ന് ചോദിച്ചാൽ അപ്പൊ പറയും ഏറ്റവും വലുത് ഞങ്ങൾക്ക് വേണ്ട IAS തൊട്ട് താഴോട്ടുള്ളത് എൻ്റെ പൊയ്മുഖം ഇന്ന് വലിച്ചു കയറണം. ഏറ്റവും വലുതിതാണെങ്കിൽ മനസ്സോടെ വിരൽ ചൂണ്ടി നിന്റെ തലമുറയ്ക്ക് നേരെ കൈവച്ച് പറ, ഇവനൊരു അഭിഷിക്തനായി മാറണം, ഇവന്റെ അകത്ത് ദൈവശക്തി കയറണം, ക്രിസ്തുവിന്റെ തേജസ്സിനകത്ത് വരച്ചിടണം, സൗന്ദര്യത്തിന്റെ പൂർണ്ണതയാ അവന്റെ തേജസ് എന്റെ തലമുറയുടെ അകത്ത് വ്യക്തമായി വരച്ചിടണമെന്ന് ആത്മാവിൽ വെളിപ്പാടുള്ളവൻ വിളിച്ചു പറ. ജീസസ്. ഹല്ലേലൂയ. വെറുതെ ഒന്ന് പാടിപ്പിരിയാനുള്ളതല്ല ക്രിസ്ത്യ ജീവിതം.
വെറുതെ ഒന്ന് കൈയടിച്ച് തീരാനുള്ള ക്രിസ്ത്യ ജീവിതം. മനസാക്ഷിയോട് ഇന്ന് പകൽ ദൈവാത്മാവ് ചോദ്യം, ഞാൻ അതാ പറഞ്ഞത്, വാഗ്ദത്തം പറഞ്ഞ് നീ കൈയടിപ്പിക്കാനല്ല വന്നത്. നിന്റെ മനസാക്ഷിയെ കീറി മുറിക്കുന്ന സ്വർഗീയ ശബ്ദത്തിന് മുമ്പിൽ ആത്മാവിനോട് ഉത്തരം പറഞ്ഞേ പോകാവൂ. എത്ര നാളായി കർത്താവിനെ കളിപ്പിക്കുന്നു. എല്ലാം കഴിഞ്ഞിട്ട് കിട്ടിയാലൊരു സഭായോഗം, എല്ലാം കഴിഞ്ഞിട്ട് ഒത്താലൊരു ഉപവാസ പ്രാർത്ഥന. ഇതാണോ പ്രാണപ്രിയനോടുള്ള സ്നേഹം? ആമേൻ. ബില്ലി ഗ്രഹാമിന്റെ ഭാര്യ പറഞ്ഞു, അങ്ങനെയുള്ള ആത്മീക മല്ലന്മാരുടെ സാക്ഷ്യം കേട്ടാ ഞാൻ വളർന്നത്. അതുകൊണ്ട് ഒരഭിഷക്തന്റെ ഭാര്യയായിരിക്കുന്നതിൽ ഇതിൽ പരമൊരു ഭാഗ്യവതി ഞാനില്ല എന്ന് അവൾ അധികാരത്തോടെ വിളിച്ചു പറയാനിടയായി തീർന്നു. ഈ പകൽ നീ വിളിച്ചു പറ, ആമേ, ആത്മാവിൽ ഞരങ്ങുന്നവന്റെ കൂട്ടമല്ല ദൈവസഭ, ആത്മാവിൽ പോരാടുന്നവന്റെ കൂട്ടമാ ദൈവസഭ. കർത്താവിന്റെ വേലയ്ക്കായി നിയോഗിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. മക്കളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗ്യമായത്, നിങ്ങളുടെ പദവിയായത്, നിങ്ങളുടെ ശ്രേഷ്ഠതയായത്, നിങ്ങളുടെ മാന്യതയായത്, ഇതെടുക്കാൻ കൃപ ലഭിച്ചെങ്കിൽ നന്ദിയോടെ വിളിച്ചു പറ, നാസയിലെ സയന്റിസ്റ്റിനേക്കാൾ വലുത് ആമേ നോർത്ത് ഇന്ത്യയിലെ കർത്താവിന്റെ വേലയാ. ഹല്ലേലൂയ. യുഗായുഗമുള്ള നിത്യതയുടെ പ്രതിഫലം വീതിക്കുന്ന ദിവസം. അന്ന് നിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുവാൻ, നിന്റെ തല ഉയർത്തിപ്പിടിക്കുവാൻ, വീരനെ പോലെ ഓടുവാൻ. ഈ പട്ടണത്തിൽ 10,000 കോടിയുടെ സൗധങ്ങൾ നിനക്കുണ്ടായാലും, മൾട്ടി സ്റ്റാർ ബിൽഡിംഗ് ഉണ്ടെങ്കിലും, ആമേ, നിന്റെ കുഞ്ഞുങ്ങൾ മൾട്ടിനാഷണൽ കമ്പനി ജോലി ചെയ്താലും, ലാമേ, കോടികൾ മാസം വാരിക്കൂട്ടിയാലും ഇതിനപ്പുറമാകത്തില്ല. ഈ പകൽ നീ വിളിച്ചു പറ, യേശുവേ, നിന്റെ സ്നേഹത്തിന്റെ മുമ്പില് ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഭൗതിക നേട്ടങ്ങൾ അല്ലെങ്കിൽ നന്മകൾ തിരുവചനത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് കിട്ടും ഇത് കിട്ടുമെന്ന് പറയുമ്പം കൈയടിക്കുന്ന ലെവൽ വിട്ടിട്ട് ഈ ഉപവാസ പ്രാർത്ഥനയിൽ വേറൊരു തലത്തിലേക്ക് ദൈവസഭ കയറി വാ. ഇന്ന് പകൽക്കാലം നീ കയറി വാ. യഥാർത്ഥ വെളിപ്പാടിലേക്ക് നീ കയറി വാ. നിന്നെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അവന്റെ ഓലപ്പാമ്പിന് മുമ്പിൽ ആമി ഭയപ്പെടാനല്ല, പിശാചിന്റെ ചീട്ടുകൊട്ടാരം ഇന്ന് പകൽ നിന്റെ അകത്തു നിന്ന് മാറിപ്പോട്ട്. ഭീതിയുടെ ആത്മാവ് വിട്ടുപോട്ട്, ഭയത്തിന്റെ ആത്മാവ് വിട്ടുപോട്ട്. ഓരി കസി മനോധികാരക അർത്തുനാധികാരകസ്യാദര ഇടകമനവരവ സൈദേ. ആ വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ ആരാധിച്ച് ജയമേറ്റെടുക്കട്ടെ. വിളിച്ചു പറ, ഒന്നിനും തോൽപ്പിക്കാൻ കഴിയത്തില്ല. സ്ഥിരമായ വരുമാനമില്ല, ആമേൻ, വരുമാന മാർഗങ്ങളില്ല, പക്ഷെ വിളിച്ചവൻ വിശ്വസ്തനാ. യെസ് 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 യെസ്. യെസ്. ഓ, ഒതുക്കി വെക്കിയ വ്യാപാരങ്ങൾ പൊട്ടി മാറട്ടെ, ലെവല് മാറട്ടെ, ദൈവസഭയുടെ ലെവല് മാറട്ടെ. കാഴ്ചപ്പാടുള്ളവരായി ആത്മാവിൽ വിളിച്ചു പറ, നീ മതിയെനിക്ക്, നീ മതിയെനിക്ക്. ജീസസ്. ഹൃദയം നിറഞ്ഞ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് യേശു മാത്രം മതി എന്ന് പറയാൻ പറ്റുമോ? യേശു മാത്രം. ഞാൻ വിശ്വസിക്കുന്നു, നാം തോറ്റുപോയ മേഖലകൾ ആത്മാവ് കൈതൊടുകയാ. ഹല്ലേലൂയ. നിന്റെ ഭൗതികത്തോടുള്ള ആർത്തി അങ്ങ് നിർത്ത്, നിന്റെ ലോകത്തോടുള്ള സ്നേഹം അങ്ങ് നിർത്ത്, നിന്റെ ജഡത്തെ കെട്ടിയൊരുക്കുന്നത് അങ്ങ് നിർത്ത്, ആമി പാപത്തിന് ഇടം കൊടുക്കുന്ന പ്രവണത അങ്ങ് നിർത്ത്. ആത്മാവിന് അനുരൂപനായി നീ എഴുന്നേറ്റുവാ, ജയാളിയായിട്ട് നീ എഴുന്നേറ്റുവാ. ഒരലറി കരച്ചില് ദൈവസഭയ്ക്കകത്ത് വെളിപ്പെട്ടു വരട്ടെ. പാപബോധം. യെസ് 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 യെസ്. ഓ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. ഇതുവരെ സ്നേഹിച്ച സ്നേഹമല്ല, ഇതുവരെ പോയ പോക്കല്ല, ഇതുവരെ പാടിയ പാട്ടല്ല. യെസ് യെസ് യെസ്. അപ്പോ
ജീസസ്, ഹല്ലേലൂയ. അകത്തും പുറത്തും ഒരു ക്രമീകരണം വരട്ടെ, അകത്തും പുറത്തും ഒരു ശുദ്ധീകരണം വരട്ടെ. ആമേൻ. ലോകത്തോടുള്ള സ്നേഹം അങ്ങ് മരിപ്പിക്ക്. യേശുവിന്റെ സ്നേഹത്തിലേക്ക് വാ. നിന്നെ കണ്ട് ഈ പട്ടണം വിറയ്ക്കട്ടെ. ഈ തിരുവനന്തപുരം പട്ടണത്തില് ഒരു കൊടുങ്കാറ്റായി മാറാൻ. ഓ അപ്പോ യെസ് യെസ് യെസ്. Imano, digano, ramano, regano. Uda, mano, mamo. Rikamana, masi, kamana. Dura, dana, diga, regasio. Hadaga, dera, vaida, mano. Oh, oh, oh. ആത്മതല തുറന്നു വരട്ടെ, ആത്മതല തുറക്കട്ടെ. ജീസസ്, ഹല്ലേലൂയ. ഇത് നിന്റെ ചരിത്രം തിരുത്തുന്ന പകലാകണം. നിന്റെ ആ പ്രാണപ്രിയനോടുള്ള സ്നേഹത്തിന്റെ ഗ്രാഫ് പാസ്റ്ററുടെ കയ്യിലല്ല, സർവശക്തന്റെ കയ്യിലാ, നാട്ടുകാരുടെ കയ്യില, പ്രാണപ്രിയന്റെ കയ്യിലാ. നിന്റെ ഗ്രാഫ് എടുത്ത് വെച്ചിട്ട് പ്രാണപ്രിയ സന്തോഷിക്കുന്ന പകലാണോ ഇത്? നീ ആത്മാവിൽ തിരിഞ്ഞു നോക്കിയിട്ട് പറ, അവൻ ഭാമി സന്തോഷിക്കുന്ന പകലാണോ? യെസ് യെസ്. പുത്തൻ ഭാഷയിൽ പുതിയ അഭിഷേകത്തോടെ ജനം ഇന്ന് പകൽ ഏറ്റെടുക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്നു, ഒരു ശസ്ത്രക്രിയ നടക്കുക, ഒരു സർജറി നടക്കുക, കീറി മുറിക്കുക പരിശുദ്ധാത്മാവിന് മുമ്പിൽ. ഓ യെസ്. ഓ ലെവല് മാറട്ടെ, ആത്മതലം വെളിപ്പെടട്ടെ, ഇഷ്ടങ്ങൾ മാറട്ടെ, താല്പര്യങ്ങൾ മാറട്ടെ, ഇച്ഛകൾ മാറട്ടെ. യെസ് 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 യെസ്. Whoa! Whoa! Glory! പരിശുദ്ധാത്മാവേ, ഈ ജനത്തിന്മേൽ ചിലർ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം. ദൈവം ചിലതിനെ ചലിപ്പിക്കുന്നതുകൊണ്ട് സ്തോത്രം. ദൈവസഭയ്ക്ക് തൂണാക്കി ചിലതിനെ എഴുന്നേൽപ്പിക്കുന്നതുകൊണ്ട് സ്തോത്രം. ഹാ Oh! Abba! Oh! ഹൃദയപൂർവ്വം പറയാൻ പറ്റുമോ? എന്റെ സ്നേഹം നിനക്ക് മാത്രം, വേറെ ജാരന്മാരൊന്നും അതിനെ കവരത്തില്ലെന്ന് പറയാൻ എത്ര പേരുണ്ട്? ശലോമോനെ, നിന്റെ പല്ലക്കിനോ നിന്റെ രാജകീയതയ്ക്കോ നിന്റെ ജ്ഞാനത്തിനോ ഇടയച്ചെറുക്കനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റാൻ കഴിയത്തില്ലെന്ന് ഒരു ശൂലമി പറഞ്ഞെങ്കിലോ ആത്മാവിൽ വിളിച്ചു പറ, യേശുവാണ് എനിക്ക് വലുത്. ജീസസ്. കർത്താവിനോടുള്ള സ്നേഹം എത്രമാത്രമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. വേഗത്തിലൊന്ന് വായിക്കാം. മതി. വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് മറിയ താമസിക്കുന്ന ഇടത്ത് നിന്ന്
രാവിലെ കല്ലറയ്ക്കലെത്തണമെങ്കിൽ രാത്രി 2 മണിക്ക് സ്ത്രീ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കാണും. എന്നാലേ രാവിലെ എവിടെ എത്തത്തുള്ളൂ? യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: തികഞ്ഞ സ്നേഹം ഭയത്തെ, പുരുഷന്മാർ പോലും പുറത്തിറങ്ങാൻ മടിക്കുന്ന രാത്രിയുടെ ഭീകരത, പോകുന്നത് എവിടേക്കാ? ശ്മശാനത്തിൻ്റെ മൂകതയിലേക്ക്. പോകുന്നത് എന്തിനാ? കയ്യിലിരിക്കുന്ന സുഗന്ധദ്രവ്യം പൂശുവാൻ. അത് പൂശണമെങ്കിൽ കല്ലറവാതുക്കൽ നിന്ന് മാറണം, കല്ലു മാറണം. മറ്റൊന്ന്, യേശുവിൻ്റെ കല്ലറയ്ക്ക് സമീപം റോമൻ പടയാളികൾ കാവൽ നിൽക്കുന്നുണ്ട്. ആ സമയത്തൊരു പെൺകുട്ടി അവിടെ ചെന്നാൽ അവിടെ ശരീരത്തോട് അവർ കാണിക്കുന്നത് എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷേ ഈ കാരണങ്ങളൊന്നും മറിയെ പുറകോട്ട് മാറ്റിയില്ല. അതിൻ്റെ പേരാ സ്നേഹം. ന്യായങ്ങൾ ഒത്തിരി പറയാൻ കാണും. എന്താ കൂട്ടായ്മയ്ക്ക് വരാഞ്ഞ്? 100 ന്യായങ്ങൾ. സഭായോഗം മുടക്കിയത് എന്താ? കൊച്ചമ്മയുടെ മോടെ കല്യാണം, ചേട്ടത്തിയുടെ മോൻ്റെ വീടുമാറ്റം. സഭായോഗം മുടക്കേണ്ട കാരണങ്ങളാ. നിനക്കാരോടാ സ്നേഹം? പറ. ലോകത്തിലെ എല്ലാ ബന്ധങ്ങളും അകന്നു പോയാലും പ്രാണപ്രിയനോടുള്ള ബന്ധത്തിൽ ഞാൻ മാറത്തില്ലെന്ന് പറയാൻ എത്ര പേരുണ്ട്? വക്രനോട് ഞാൻ ദയാലുവോടോ? ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഹൃദയപൂർവ്വം ചോദിക്കുക, ലോകത്തിലെ എല്ലാ ബന്ധങ്ങളും ഇല്ലഞ്ഞാലും എൻ്റെ പ്രിയനെ ആരാധിക്കുന്നത് ഇന്ന് ഞാൻ മാറി നിൽക്കത്തില്ലെന്ന് പറയാൻ എത്ര പേരുണ്ട്? എനിക്ക് മാറാൻ കഴിയത്തില്ലെന്ന് പറയാൻ എത്ര പേരുണ്ട്? ബന്ധങ്ങളെക്കാൾ വലുത് എനിക്ക് യേശുവാ. ലോകത്തിൻ്റെ സ്നേഹം തണുത്തു പോയാലും ഹിമനാദികൾക്കരാതി യേശുവിനോടുള്ള സ്നേഹത്തിൽ ഞാൻ മാറത്തില്ലെന്ന് പറയാൻ എത്ര പേരുണ്ട്? ഒരുപാട് കാരണങ്ങൾ പറഞ്ഞ് മറിയയ്ക്ക് പോകാതിരിക്കാമായിരുന്നു. പക്ഷേ ഒരിക്കലവിടെ പാപമംഗലമായ ജീവിതത്തെ മാറ്റിമറിച്ച പ്രാണനാഥനോടുള്ള സ്നേഹം ഓർത്തപ്പോൾ അർദ്ധരാത്രിയിൽ അവൾ എഴുന്നേറ്റു. ഹൃദയപൂർവ്വം ചോദിക്കട്ടെ, നിന്റെ കെട്ടഴിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ യാമങ്ങളിൽ എഴുന്നേറ്റ് കരയാൻ പറ്റുന്നുണ്ടോ? ചിലർ പറയും കിടക്കുന്നതും അറിയാം, നേരം വെളുക്കുന്നത് അവനറിയുന്നു. അതിൻ്റെ കുഴപ്പക്കാരൻ കർത്താവ് തന്നെയാണ്. നമ്മുടെ ശരീരത്തിന് അത്ര സൗഖ്യമുണ്ടായിട്ട് അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയത്. എന്നാൽ പ്രാണപ്രിയ നിരക്കുന്ന ആരോഗ്യം തട്ടി വിളിക്കുമ്പം ചാടി എഴുന്നേറ്റ് പാദം ചുംബിച്ച് കരയാ. മെഡിക്കൽ കോളേജിൽ ഒരു രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അതിന് ട്രീറ്റ്മെന്റും നൽകി കാണും. അത്ഭുതകരമായൊരു സൗഖ്യം നിങ്ങൾക്ക് ലഭിച്ചു കാണും. അന്ന് നിങ്ങൾ ഉപവാസ പ്രാർത്ഥന നടത്തും, ആമെ കൈകൊട്ടും, അഭിഷക്തന്മാരെ വിളിച്ചു വരുത്തും, നൃത്തം ചെയ്യും. കാരണം എൻ്റെ മാരകമായ ട്യൂമറും ക്യാൻസറും ഒക്കെ കർത്താവ് എന്ത് ചെയ്തു? സൗഖ്യമാക്കി. എന്നാൽ ഞാനൊരു സത്യം നിങ്ങളെ ഓർപ്പിക്കാം. നീ ഇതിനകത്ത് വന്നിരുന്ന് ആരാധിച്ചപ്പം സ്ഥിരീകരിക്കാത്ത എത്ര രോഗമാ കത്തിപ്പോയെന്നറിയാമോ? എത്ര രോഗവീതങ്ങളാ എരിഞ്ഞടങ്ങിയെന്നറിയാമോ? ഇന്ന് പകൽക്കാലവും ചിലതിനെ കരിച്ചു കളയുന്ന സാന്നിധ്യമുണ്ടെന്ന്. യെസ് യെസ്, ആത്മസാന്നിധ്യത്തിന്റെ മുമ്പില് ഹല്ലേലൂയ ജീസസ്.
ഹല്ലേലൂയ. ആമേൻ. നിന്റെ ഇന്റേണലും എക്സ്റ്റേണലുമായ സകല ഓർഗൻസിന്റെ മേലും തുളച്ചു കയറുന്ന സാന്നിധ്യം ആരാധനയിൽ വെളിപ്പെടുന്നത്. അതോ നിന്റെ രോഗബീജത്തെ കെടുത്തിയത്, അതോ നിന്റെ രോഗത്തെ കത്തിച്ചു കളഞ്ഞത്, അതിന് നിനക്ക് നന്ദിയുണ്ടോ? ഈ പകൽക്കാലം നന്ദിയുണ്ടെങ്കിൽ ഹൃദയപൂർവ്വം പറ, നന്ദിയോടെ പറ. ജീസ്. ഡോക്ടർമാർ സ്ഥിരീകരിച്ചത് മാത്രമേ നമുക്കറിയത്തുള്ളൂ. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്ന ആരും അറിയാതെ എൻ്റെ അകത്തുനിന്ന് കത്തിച്ചു കളഞ്ഞ ആയിരക്കണക്കിന് രോഗ അണുക്കളെ ദൈവാത്മാവ് കത്തിച്ചു കളഞ്ഞെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറ. ഓരോ ആരാധനയും നിന്റെ പ്രാണനിൽ കൂടി, നിന്റെ സന്ധിമജ്ജകളിൽ കൂടി, നിന്റെ അസ്ഥികൾക്കകത്തൂടെ, നിന്റെ മാംസപേശിക്കകത്തൂടെ തുളച്ചു കയറുന്ന സാന്നിധ്യമാ. Yes, yes, yes. Hallelujah. Wow. Yes. വിളിച്ചു പറ. ഓരാ മാനോ ജാനോ വേദോ രേദോ രഗനോ മനയോ ധുരയോ മമ്പോ. Hallelujah. Yes. Yes. ഇപ്പോഴും സൗഖ്യമാക്കിയ, ഈ പകലിൽ സൗഖ്യമാക്കിയ ദൈവശക്തി, ദൈവശക്തി. യെസ് 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 യെസ്. ജീസസ്. ഹല്ലേലൂയ. ലക്ഷങ്ങൾ കൊടുത്തിട്ടും ഒരാശ്വാസവുമില്ലാത്ത, അവൻ നെടുവീർപ്പിട്ട് ഐസിന്റെ വാതിക്കൽ നിലവിളിക്കുന്ന പലരുടെ മുമ്പിൽ നിന്നെ ഒരു സെക്കൻഡ് കൊണ്ട് നിന്നെ സൗഖ്യമാക്കിയ പ്രാണപ്രിയന്റെ സ്നേഹത്തെ ഓർക്കാൻ. ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ണുകളിൽ നിന്ന് ജലനദികൾ ഒഴുകണം. ആലയത്തിനകത്ത് വന്നാൽ നീ മരവിച്ചിരുന്നേച്ച് പോകരുത്. നിന്റെ മനസാക്ഷി എന്താ, മരിച്ചുപോയോ? കാൽവറി മുതൽ മുടക്കിയത് വെറുതെയാണോ? നിനക്ക് കുഞ്ഞു കളിക്കാനുള്ള മാർഗമാണോ? ആരാധനയ്ക്ക് വന്നിട്ട് ആമേ അടക്കി പിടിച്ച് കോള് വരുന്ന അറ്റൻഡ് ചെയ്യുക, മെസ്സേജ് നോക്കുക, ആമേ ഗെയിം കളിക്കുക. നിനക്ക് കളിക്കാനുള്ളതല്ലിത്. നിനക്ക് കുട്ടിക്കളി കളിക്കാനുള്ള വേദിയല്ല ദൈവസഭ. ക്രൂശിതനായ ക്രിസ്തുവിനെ ഉയർത്തുമ്പോഴാണ് നിനക്ക് കുഞ്ഞുകളി. ഗെയിം കളിക്കേണ്ടവൻ അകത്തിരുന്നോണം. ഞാൻ ആത്മാവിൽ ആ ദൈവസഭയുടെ ദൂത് കൈമാറുന്നേ. നിന്റെ കുഞ്ഞുകളിയുടെ വേദിയല്ല ഇത്, ഇത് തീക്കളിയാ. ഹോറാ ബാബാ സിഖാബാനാ ബാബാ ദുരാജനാധികാരകശി. പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ പ്രസവ വേദനപ്പെടുന്നു. പ്രസവ വേദന കിട്ടിയ ഒരു സ്ത്രീയുടെ ഒരു മൊബൈൽ കൊണ്ട് കൊടുക്ക. അവള് ഗെയിം കളിക്കുമോ? കളിക്കുമോ? നിനക്ക് ദേശത്തെ കുറിച്ച് ആത്മഭാരമില്ലാത്തോണ്ടാ നിനക്ക് കുട്ടിക്കളിയായി പോയത്. ഇന്ന് നിന്റെ ജഡത്തെ മരിപ്പിച്ചോണം. ഇന്ന് നിന്റെ ജഡത്തെ ക്രൂശിച്ചോണം. ഇന്ന് നിന്റെ അകത്ത് വാടുന്ന ശക്തിയോട് വിട പറയണം.
ഒന്നുകിൽ നീ ശീതവാനാക്. ആമേൻ. ആഭരണ ഊരി ഇറങ്ങിത്തിരിച്ചത്, ലോകം വേണ്ടെന്ന് പറഞ്ഞ് വന്നത്, നിനക്ക് കളിക്കാനുള്ള കളിക്കളമല്ല ഇത്, പോരാടാനുള്ള പോർക്കളമായത്. ഞാൻ വളരെ ഗൗരവമായിട്ടാണ് ഇന്ന് പകൽ ഓർപ്പിക്കുന്നത്. നിന്റെ കുട്ടിക്കളി ഇന്ന് തീർക്കണം. ബൈബിള് പോലും കൊണ്ടുവരാൻ മടിയാ, എല്ലാം മൊബൈലിലുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കെട്ടഴിഞ്ഞ് നടക്കുന്നവന് കയറിയിരിക്കാനുള്ളതല്ല ദൈവസഭ. കൂത്താടി നടക്കുന്നവൻ ആടാനുള്ള ഇടമല്ല ദൈവസഭ. ജഡം മരിച്ചവൻ ആത്മാവ് ജീവിക്കാനുള്ളതായത്. എല്ലാ ബിസിനസിന്റെയും കൂട്ടത്തിൽ ഞായറാഴ്ച രാവിലെ ഒരു കയ്യടിയുടെ കളിയല്ലിത്. ഇത് ദഹിപ്പിക്കുന്ന അഗ്നിയാന്ന് നീ ഓർത്തോണം. ഇത് പത്യമാന്ന് നീ തിരിച്ചറിയണം. Jesus. Horaba baba. Igamana barabas. Huramana barabas. Yes. ഒരു തീരുമാനത്തോടെ ഇവിടുന്ന് പോയിക്കോണം. ജീവിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി, സ്നേഹിക്കുന്നെങ്കിൽ യേശുവിനെ മാത്രം. വിപണി കിട്ടുന്നതെല്ലാം അണിഞ്ഞു നടക്കാനുള്ളവളല്ല നീ. കൈ കിട്ടിയതെല്ലാം എടുത്തിട്ടോണ്ട് നടക്കാനുള്ളവളല്ല നീ. എന്റെ ജഡത്തിന്റെ ആസക്തി എന്താ? മരിക്കാഞ്ഞേ? കാൽവറിയോട് ചേർത്ത് ആണിയടിച്ചതല്ലേ? മരണത്തോടും പുനരുത്ഥാനത്തോടും ഏകീഭവിക്കുന്ന ശുശ്രൂഷയല്ലേ സ്നാനം? ആണോ? അങ്ങനാണെങ്കിൽ നിന്റെ ജഡം മരിച്ചില്ലേ? നിനക്ക് കൂത്താട്ടം കളിക്കാനുള്ള വേദിയല്ല ദൈവസഭ. ലോക മനുഷ്യന്റെ തോളെ കൈയിട്ട് നടക്കാനുള്ള ഇട്ടേച്ച് അങ്ങനെ നടന്നേച്ച് ഞായറാഴ്ച വന്ന് കയറിയിരുന്ന് റിലാക്സ് ചെയ്യാനുള്ള ഇടമല്ല ദൈവസഭ. അഭിഷക്തന്മാർ വയറുണക്കി, ദൈവസഭ വയറുമുറുക്കി നിലവിളിക്കുന്നതിന്റെ പങ്ക് പറ്റാനിരിക്കാനല്ല നിന്നെ വിളിച്ചത്. 12 ദിവസമായി, ശേഷിക്കുന്ന ചില ദിവസങ്ങളുണ്ട്. മനസാക്ഷി ഉണ്ടെങ്കിൽ പാദപീഠത്തിൽ ഇരിക്ക്. ചത്തൊന്നും വീഴത്തില്ല. നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് അത് കാരണമാകും. ബോസിച്ച് ആരാ മരിച്ചത്? അടങ്കം ഒരു തീരുമാനമെടുക്ക്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ന്യായങ്ങൾ ഒത്തിരി മറിയയ്ക്ക് പറയാനുണ്ടായിരുന്നു, പക്ഷെ അവൾ പുറകോട്ട് മാറിയില്ല. കാരണം പ്രിയനോടുള്ള, അങ്ങോട്ട് പോയത് രാത്രിയില്ല. കല്ലറ ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടു. രാവിലെ തിരിച്ച് പത്രോസിന്റെ അടുത്തോട്ട് ഒരു ഓട്ടം ഓടി. പ്രഭാതത്തിൽ ഒരു സ്ത്രീ ഭയന്ന് ഓടുകയാണെങ്കിൽ ആ സ്ത്രീയെ നമ്മൾ എന്ത് വിളിക്കും? നമ്മുടെ വീടിന്റെ വാതിൽക്കൽ കൂടെ മുടിയൊക്കെ അഴിച്ചിട്ട് ഭയപ്പെട്ട ഒരു സ്ത്രീ ഓടുകയാണെങ്കിൽ എന്തു പറയും? ആ, ലോകം ഭ്രാന്തി എന്ന് വിളിച്ചാൽ അതും വിഷയമല്ല എന്നുള്ള കണക്ക് കൂട്ടി. അതാ സ്നേഹം. ആരെയും സൂക്ഷിച്ചു നോക്കുമ്പം പോരാട്ടം എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറുന്നതല്ല സ്നേഹം. മനസാക്ഷി കുറ്റം വിധിക്കാത്ത ഒരു വിഷയത്തിലാണ് നിന്നെ ലോകം വിധിക്കുന്നതെങ്കിൽ നീ തല ഉയർത്തിപ്പിടിച്ച് പ്രാഗൽഭ്യത്തോടെ പറയണം, പിശാചേ നീ ഇതിനകത്ത് ജയിക്കത്തില്ല, നിനക്ക് ഇതിനകത്ത് കാര്യമില്ല. യെസ്, ആമേൻ. ജീസസ്, ഹല്ലേലൂയ. ലോകം മുഴുവൻ കുറ്റവാളി എന്ന് വിധിക്കുമ്പോഴും മറിയയെക്കുറിച്ച് ലോകം പറയും
പഴയ പണി പിന്നെയും തുടങ്ങിയതാ അവൾ. അവക്കതൊന്നും ഒരു വിഷയമേ അല്ല. അവക്കവിടെ മനസ്സാക്ഷിയോട് നല്ല പ്രാഗൽഭ്യമുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഓർത്തോണം, വേണ്ടാത്ത മ്ലേച്ഛതയെല്ലാം ചെയ്തിട്ട് ലോകത്തിൽ ആരും കണ്ടില്ലെന്ന് പറഞ്ഞ് മനസ്സാക്ഷിയുടെ കോടതിയിൽ നിന്നെ കുറ്റം വിധിച്ചിട്ട് മിടുക്കിയായി നടക്കുന്നെങ്കിൽ നീ ആ സ്വർഗീയ കോടതിയുടെ മുമ്പിൽ നിൽക്കുന്നത്. നിനക്ക് ഒരു ദിവസം ശിക്ഷയുള്ളത്. പാസ്റ്റർ അറിഞ്ഞില്ല, കൂട്ടുവിശ്വാസിയും അറിഞ്ഞില്ല, കയ്യടിക്ക് കുഴപ്പവുമില്ല, അന്യഭാഷയ്ക്ക് മാറ്റവുമില്ല. പക്ഷേ സ്വർഗീയ കോടതി ഒരു ദിവസം നിന്നെ പിടിച്ചു നിർത്തും. എന്നാൽ ലോകം മുഴുവൻ പാപം ചെയ്തവളെന്ന് പറഞ്ഞാലും ഭ്രാന്തി എന്ന് വിളിച്ചാലും മറിയക്കത് വിഷയമേ അല്ല. അവൾ ഓടുകയാ. എങ്ങോട്ടാന്നറിയാമോ? കൂടെ മരിക്കാമെന്ന് പറഞ്ഞ പത്രോസിനെ ഉണർത്താൻ, മാർവിൽ ചാരി യോഹന്നാനെ തട്ടി വിളിക്കാൻ രണ്ടാമത്തെ ട്രിപ്പ് ഓട്ടത്തിലാവള്. ഇന്ന് പകൽ ഞാൻ പറയാൻ ദൈവമക്കളെ, പാരമ്പര്യവും പൈതൃകവും ശ്രേഷ്ഠതയും മാന്യതയും പറഞ്ഞ പലരും ലോകത്തിന്റെ പുതപ്പിനകത്ത് ഒതുങ്ങിക്കൂടുമ്പോൾ ഒന്നും പറയാനില്ലാത്ത മറിയമാരെ ദൈവം ഓടിച്ചോണ്ടിരിക്കുക. ഉപശാന്തി ഒന്നും പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. എനിക്ക് എന്ത് ന്യായമാ പറയാനുള്ളത്? പോകേണ്ടടുത്തെല്ലാം പോയില്ലയോ? ആമേൻ. എല്ലാ കാര്യത്തിനും ഓടി നടക്കുന്നില്ലയോ? എന്താ കർത്താവിനോടുള്ള സ്നേഹത്തിൽ മാത്രം ഉപശാന്തി വന്നത്? ഒറ്റയ്ക്ക് പിടിച്ചു നിർത്തും. സഭായോഗം ഒന്നിച്ച, കർത്തൃമേശ ഒന്നിച്ച, ന്യായവിധി ഒറ്റയ്ക്ക പിടിച്ചു നിർത്തും. പ്രാണപ്രിയനോടുള്ള സ്നേഹം എത്രമാത്രമുണ്ട്. എന്തൊക്കെയോ തികഞ്ഞിട്ട് നിങ്ങളുടെ നേരെ നിന്ന് വിരൽ ചൂണ്ടുകയല്ല, സ്വന്തം മനസ്സാക്ഷിയുടെ നേരെ ചോദ്യങ്ങളുമായിട്ടാണ് നിൽക്കുന്നത്. ഒരു കൊതിയേ ഉള്ളൂ, പ്രാണപ്രിയനെ സ്നേഹിച്ച് മരിക്കണം. പാദം ചുംബിച്ച് ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. ലോകത്തിലൊന്നും വേണ്ട. മുന്നമേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക. അതോടുകൂടി ഇതൊക്കെ തരാമെന്ന് ദൈവം പറഞ്ഞതാണെങ്കിൽ എനിക്കുള്ളതെല്ലാം അവൻ മാറ്റിവെച്ചിട്ടുണ്ട്. കർത്താവ് ഒന്നും മുടക്കത്തില്ല. സമയാസമയത്ത് അവന് ഭണ്ഡാരം തുറന്നു തരും. എൻ്റെ നന്മയൊന്നും മുടങ്ങിപ്പോകത്തില്ല. പക്ഷേ അതിൻ്റെ പുറകെയുള്ള ഓട്ടം നിർത്തിയിട്ട് കർത്താവിനെ സ്നേഹിപ്പാൻ എത്ര പേരുണ്ട്? ഓർക്കണം, പത്രോസിനെ യോഹന്നാനെ വന്ന് വിളിച്ചുണർത്തി, മറിയ വന്ന് വിളിച്ചുണർത്തിയതിൻ്റെ ലജ്ജയും ഭാരമൊക്കെ അവർക്കുണ്ട്. അവര് ഒഴിഞ്ഞ കല്ലറ കാണാൻ ഓടി. ഇപ്പം മറിയ ഇവരുടെ കൂടെ ഓടുക. മൂന്നാമത്തെ ട്രിപ്പ്. 2 ട്രിപ്പ് ഓട്ടം കഴിഞ്ഞ് ഇവള് മൂന്നാമത്തെ ട്രിപ്പ് എന്ത് ചെയ്യുക? ചിലപ്പോഴൊക്കെ ചോദിക്കാറില്ലയോ, എന്നും അങ്ങ് കൂട്ടായ്മയാണോ? 21 ദിവസം അങ്ങ് വരാൻ പറ്റുമോ? പറ്റും, സ്നേഹമുണ്ടെങ്കിൽ. അതിന് പാസ്റ്റർ വിളിച്ച് ഓർപ്പിക്കൊന്നും വേണ്ട, അതിനാരും നിർബന്ധിക്കണ്ട. രാത്രി മൊത്തം ഉറങ്ങി വിശ്രമിച്ച് ആശ്വസിച്ച 2 പുരുഷന്മാർ, ആരോഗ്യമുള്ള 2 പുരുഷന്മാർ ഓടുമ്പം മറിയ 3-ാം ട്രിപ്പ് ഓടും അവരുടെ കൂടെ. ഇതിൻ്റെ പേരാ സ്നേഹം. ഒഴിഞ്ഞു നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പറ്റുന്നില്ല. പുറകിൽ നിന്ന് തള്ളുക. ഓടി കല്ലറയ്ക്കൽ ആദ്യം എത്തിയത് യോഹന്നാനാ. എന്നാൽ ആ കല്ലറയ്ക്കകത്തേക്ക് എടുത്ത് ചാടിയത് പത്രോസാ. അവിടുന്ന് കല്ലറയ്ക്കകം മൊത്തം സെർച്ച് ചെയ്ത് നോക്കി, ഒന്നുമില്ല. റൂമാൽ ഒരു സൈഡിൽ എന്ത് ചെയ്തിരിക്കുന്നു? ചുരുട്ടി വെച്ചിരിക്കുന്ന കണ്ടു. പത്രോസ് യോഹന്നാനുടെ കല്ലറയ്ക്കകത്തുനിന്ന് കയറിയേച്ച് അപ്പോഴേ തിരിച്ചു പോന്നു. പക്ഷേ 3 ട്രിപ്പ് ഓട്ടം കഴിഞ്ഞിട്ട് ശ്മശാനത്തിൻ്റെ മൂകതയിൽ ഒരുത്തി ഒറ്റയ്ക്ക് നിൽക്കുന്നു. പത്രോസ് തിരിച്ചു പോയതുകൊണ്ട് എനിക്കും പോകാമെന്ന് അവൾ പറഞ്ഞില്ല.
എൻ്റെ കൂടെ ഇറങ്ങിയവരൊക്കെ തോറ്റുപോയെന്ന് പറഞ്ഞ് നിനക്ക് മാറാൻ പറ്റത്തില്ല. യോഹന്നാൻ പോയല്ലോ എന്ന് പറഞ്ഞ് മറിയയ്ക്ക് പോകാൻ പറ്റത്തില്ല. നിന്റെ രക്തബന്ധങ്ങൾ ആരും മാറിയാലും നിനക്ക് മാറാൻ പറ്റുമോ? നഖം മുതൽ മുടി വരെ പിഴുതാലും മാറാൻ പറ്റുമോ? കാൽപ്പത്തി വെട്ടിക്കളഞ്ഞിട്ടും കൈകളുടെ നഖങ്ങൾ പിഴുതു മാറ്റിയിട്ടും അവയവങ്ങൾ വിച്ഛേദിച്ചിട്ടും അവരുടെ നടുവിലേക്ക് പോകണമെന്ന് വാശി പിടിക്കുന്ന ഒരു വ്യക്തിത്വം, അതിൻ്റെ പിന്നിൽ തള്ളുന്ന സ്നേഹമേതാ? മനസ്സാക്ഷിയോട് ചോദ്യം, ഞാൻ എവിടെ നിൽക്കുന്നു? നിങ്ങളെ ന്യായം വിധിക്കല്ല, നാം ഒന്നിച്ച് ദൈവസന്നിധിയിൽ കുറ്റങ്ങൾ നമുക്ക് ഏറ്റുപറയാം, പോരായ്മകൾ നമുക്ക് സമ്മതിക്കാം. ശ്രദ്ധിക്കണം, പത്രോസും പോയി, യോഹന്നാനും പോയി, മറിയ തന്നെ നിൽക്കുക. അല്പം മുമ്പ് പത്രോസ് യോഹന്നാനോട് ഇറങ്ങി അരിച്ചു പെറുക്കി നോക്കിയതാ, കല്ലറയ്ക്കകത്ത് ആരും ഇല്ല. എന്നാൽ പത്രോസും യോഹന്നാനും അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മറിയ ഒന്നുകൂടെ കല്ലറയ്ക്കകത്തോട്ട് നോക്കിയപ്പോൾ അവൾ കണ്ടത് 2 ദൂതന്മാരതിനകത്ത് നിൽക്കുന്നു. ആമ ഇറങ്ങിയത് അവൾ അറിഞ്ഞില്ല. ആമ മറിയെ വിട്ടുപോയത് എത്ര പേരാ? പറ. 2 പേർ. പ്രൈസ് ദി ലോർഡ്. സ്വർഗം ഇറക്കിയത് എത്ര ദൂതന്മാരെയാ? 2 പേരെ. ആമെ കേവലം പേടിച്ചരണ്ടോടുന്ന പത്രോസാ പോയത്. ആമീൻ മാറി നിന്ന യോഹന്നാനാ പോയത്. പക്ഷേ ആമീൻ അശൂർ പാളയത്തിൽ ഒരു രാത്രിയിൽ 1,85,000 പേരെ നിഗ്രഹിച്ച അതേ ശക്തിയുള്ള 2 ദൂതനായി ഇറങ്ങി നിൽക്കുന്നത്. നീ നോക്കിയ മുഖങ്ങൾ മാനുഷിക മുഖങ്ങളാ. അവര് വിട്ടുപിരിയുമ്പോ നീ ഓർത്തോണം, ലക്ഷങ്ങളെ നിഗ്രഹിക്കാൻ കഴിയുന്ന ദൂതൻ ഇറങ്ങി വരും. കണ്ട് മുഷിഞ്ഞ മുഖമാ പത്രോസിൻ്റെത്, കണ്ട് മടുത്ത മുഖമാ യോഹന്നാന്റെ. പക്ഷെ മടുപ്പില്ലാത്ത 2 മുഖം ഇപ്പൊ തെളിഞ്ഞു നിൽക്കുക. ആർക്ക് വേണ്ടിയാണെന്നറിയാമോ? എല്ലാരും പോയിട്ട് പോകാതെ നിന്ന മറിയയ്ക്ക് വേണ്ടി. അതാ സ്നേഹം. മക്കൾക്ക് മാറാം, ഭർത്താവിന് മാറാം, ഭാര്യയ്ക്ക് മാറാം, ജീസസ്, ബന്ധങ്ങൾക്ക് മാറാം. പക്ഷെ എനിക്ക് മാറാൻ കഴിയത്തില്ലെന്ന് പറയാൻ എത്ര പേരുണ്ട്? എന്തോ ആഴമായി കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ വ്യാജം പറയാതെ ഹൃദയപൂർവ്വം പറയുമോ, അപ്പച്ചാ ഞാൻ തോറ്റുപോയി, ഇങ്ങനെ തോറ്റ് ജീവിക്കാതെ എനിക്കൊന്ന് ജയാളിയാകണമെന്ന് പറയുമോ? യേശു ഉയർത്തെഴുന്നേറ്റത് മറിയയ്ക്ക് അറിയത്തില്ല. കല്ലറയിൽ നിന്ന് ആരോ എടുത്തോണ്ട് പോയെന്ന്. അവള് സുഗന്ധദ്രവ്യം പൂശാൻ വന്ന സ്ത്രീയാ. ആമേൻ. കർത്താവോട് അടുത്ത് ചെന്നിട്ട് തോട്ടക്കാരൻ നിരൂപിച്ചിട്ട് കർത്താവിനോട് പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ കർത്താവിനെ അവരെടുത്തുകൊണ്ട് പോയി. എവിടെ വെച്ചെന്നൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ എന്ത് ചെയ്തോളാം. അടക്കിയിട്ട് 2-3 ദിവസമായി അഴുകിയ ശരീരമാണ് നമുക്കറിയാം. ഉയർത്തെഴുന്നേറ്റ് നമുക്കറിയത്തില്ല. നാറ്റം വെച്ചതായിരിക്കാം, ജീർണിച്ചതായിരിക്കാം. പക്ഷെ എൻ്റെ പ്രിയന്റെ ശരീരം നാറിയതാണെങ്കിലും ആമേ ഞാൻ എടുത്തോളാമെന്ന് നിങ്ങൾക്കത് മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. ദുർഗന്ധം വമിക്കുന്ന ഒരു സാധനത്തിന് അടുത്തോട്ട് നമ്മൾ പോകത്തില്ല. അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ എടുക്കാനുള്ള പ്രാപ്തി ഇല്ല. പക്ഷെ അവൾ പറയുന്നു, എൻ്റെ പ്രാപ്തി ഒന്നുമല്ല വിഷയം, എനിക്ക് എൻ്റെ പ്രിയൻ എവിടാന്നൊന്ന് അറിഞ്ഞാൽ മതി, ഞാൻ എടുത്തോളാം.
വായിച്ച് തള്ളാനുള്ള അല്ല ദൈവവചനം. മനസാക്ഷിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ആത്മാവി പറയുമോ, ആഴമായെന്ന് സ്നേഹിക്കാൻ എനിക്കൊരു കൃപ കർത്താവേ. ജീസസ്, ഹല്ലേലൂയ. എൻ്റെ സ്നേഹിതൻ എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ശരീരത്ത് പാടുകൾ മാത്രമേ ഉള്ളൂ. അടികൊണ്ട 3.5 വർഷം ജയിലിൽ ഒരു അടിവസ്ത്രം മാത്രം ധരിച്ചു കിടന്നു. മാസത്തിൽ ഒരിക്കൽ മാത്രമേ കുളിക്കാൻ പറ്റൂ. എന്നിട്ടും പറയുന്നു എനിക്ക് അവിടെ പോണമെന്ന്. ഇത് പൗലോസിന്റെ കാര്യമല്ല പറഞ്ഞേ, നമ്മളിലൊരാൾ ഉന്നതമായ വിദ്യാഭ്യാസമുള്ളവൻ, ഏറിയ ഭാഷകൾ കൈകാര്യം ചെയ്യുന്നവൻ, സ്ഥാനമാനങ്ങൾ പദവികളുള്ളവൻ പറയുന്ന യേശു മതി, യേശു മാത്രം മതി. കർത്താവിൻ്റെ കൂടെ നടക്കുമ്പം നിശ്ചയമായിട്ടും പാടുകൾ വരും. നമുക്ക് പാടുകൾ വരാത്തത് എന്താണെന്നറിയാമോ? നമുക്കിതുവരെയും, എൻ്റെ കാര്യമാണ് പറയുന്നത്, ഇതുവരെയും നമുക്കൊരടി കിട്ടാഞ്ഞ എന്താണെന്നറിയാം, നമുക്ക് പരിജ്ഞാനം ഉള്ളതുകൊണ്ടാ. കർത്താവിൻ്റെ ദാസൻ മുമ്പേ പറഞ്ഞ പോലെ നമുക്ക് വലിയ പരിജ്ഞാനമാണ്. നമുക്ക് പരിജ്ഞാനം ഉള്ളതുകൊണ്ട് ഇതുവരെ ആരുടെയും കയ്യിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല? പറ. പ്രൈസ് ദി ലോർഡ്. ചിലയിടത്തൊക്കെ ചെന്ന് നിന്നിട്ട് യേശു മാത്രമേ ഉള്ളൂ ദൈവം എന്ന് പറ, പരിജ്ഞാനക്കേടാന്ന് ലോകം പറയും. സത്യമാണ് നീ വിളിച്ച് പറഞ്ഞ അടിയും കിട്ടും. നമുക്ക് നല്ല പരിജ്ഞാനം നമുക്കുണ്ട്, പറയേണ്ടടുത്തൊക്കെ പറയാതിരിക്കാനുള്ള പരിജ്ഞാനം. ഭാരതത്തിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷിയുള്ള ഒരാളായ എമി കാർമൈക്കിൾ താന് അവസാന സമയത്ത് ഒരു പദ്യം എഴുതുവാനിടയായി തീർന്നു. അതിൽ ഇപ്രകാരം അതിൻ്റെ ശീർഷകത്തിൽ കൊടുത്തിരിക്കുന്നത്, യേശുവിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ശരീരത്തിൽ വടുക്കളില്ലയോ? പ്രാണപ്രിയനെ സ്നേഹിച്ചാൽ നിശ്ചയമായി നിന്റെ ശരീരത്തിൽ എന്ത് കിട്ടും? വടുക്കൾ. മനസ്സിലായോ? പാടുകൾ. ആ പദ്യം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാ, യേശുവിൻ്റെ കൂടെ നടന്നിട്ട് നിനക്ക് ശരീരത്തിൽ വടുക്കളില്ല എങ്കിൽ അധിക ദൂരം പ്രിയൻ്റെ കൂടെ പോയില്ലെന്ന്. നമുക്കാർക്കും വടുക്കളില്ലാത്തത് ഒത്തിരി ദൂരം അവൻ്റെ കൂടെ പോകാഞ്ഞിട്ടാ. ഞാൻ ഈ അപ്പോസ്തല പ്രവൃത്തി ദിവസങ്ങളിൽ ഒത്തിരി ആവർത്തി വായിക്കാൻ കർത്താവ് എനിക്ക് പ്രേരണ തന്നു. വായിക്കുമ്പോഴൊക്കെ ഞാൻ ഓർക്കും, പൗലോസ് എന്ന വ്യക്തിത്വം എവിടെ പോയി സുവിശേഷം പറഞ്ഞു അടി കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് അന്ത്യോക്യ ചെന്ന് സുവിശേഷം പറഞ്ഞു അടി കിട്ടി. അവിടുന്ന് ഇക്കോന്യക്ക് പോയി, അവിടെ അടി കിട്ടി. അന്ത്യോക്യയിൽ നിന്ന് ആൾക്കാർ എന്ന് അവിടെ ഉള്ളവരെ ഇളക്കി, അവിടെ ഒന്നിച്ചടിച്ചു. അവിടുന്ന് ലുസ്ത്രയ്ക്ക് ചെന്നു, അന്ത്യോക്യയിൽ നിന്ന് ഇക്കോന്യയിൽ നിന്നും ആൾക്കാർ ചെന്നിട്ട് ഇവരെ വശത്താക്കി ഇളക്കി അടി കൊടുത്തു. ലുസ്ത്രയിൽ നിന്ന് ദർബയ്ക്ക് ചെന്നു, 3 സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ പുറകെ ചെന്ന് പൗലോസിനെ അടിച്ചു. പക്ഷേ ഒരിടത്ത് പോലും സുവിശേഷത്തിൻ്റെ വായ താൻ അടച്ചില്ല. പ്രസംഗിക്കാൻ എളുപ്പമാ, പറഞ്ഞ് ഞങ്ങളെ കൈയടിപ്പിക്കാനും പറ്റും. ജീവിക്കാൻ അല്പം പാടാതെ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ കൃപാവരമൊന്നും വെളിപ്പെട്ടില്ലെങ്കിലും പ്രിയനെ എനിക്കൊന്ന് സ്നേഹിക്കണമെന്ന് പറയാൻ എത്ര പേരുണ്ട്? ഒത്തിരി സാധ്യതകളുണ്ട്, നമുക്ക് ഒത്തിരി സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊന്ന് ജീവിച്ച് തീർക്കാൻ, പ്രിയനെ സ്നേഹിപ്പാൻ. ജീസസ്. പൗലോസ് പറയുന്നു, ഞങ്ങളെ എല്ലായിടത്തും ജയോത്സവമായി നടത്തിയ ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ അർത്ഥം പൗലോസിനെ എല്ലായിടത്തും ലോകപ്രകാരം ജയോത്സവമായിരുന്നോ?
അടിയുടെ ജയോത്സവമായിരുന്നു. 1 കുറേ 40 അടി 5 പ്രാവശ്യം കൊണ്ടു. 3 പ്രാവശ്യം കോലിനാൽ അടിക്കപ്പെട്ടു. 3 പ്രാവശ്യം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. ഒരു രാത്രിയും പകലും വെള്ളത്തിൽ കഴിച്ചുകൂട്ടി. കാട്ടിലെ ആപത്ത്, നദികളിലെ ആപത്ത്, കള്ളന്മാരുടെ ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, അധ്വാനം, ഉറക്കളപ്പ്, പട്ടിണി, പൈതാകം, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഭവങ്ങളിലൂടെ ഭക്തൻ കടന്നുപോയിട്ട്, ഇത് 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതേ കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, ഞങ്ങളെ എല്ലായിടത്തും ജയോത്സവമായി നടത്തിയ ദൈവത്തിന്. ഇത് രണ്ടും കൂടെ എങ്ങനെ ഒക്കുന്നേ? അതാ ഒക്കുന്നത്. അതിൻ്റെ പേരാ യേശുവിനോടുള്ള സ്നേഹം. ഇത്രേ അടി കൊണ്ടിട്ടും ഞാൻ പലപ്പോഴും ആ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പം അടിച്ചിട്ട് കാരാഗ്രഹത്തിലിടും. അവിടെ കിടന്ന് ആത്മാവിലാകും. കാരാഗ്രഹം തുറക്കും. തുറന്ന് വെളിയിലിറങ്ങിയ വീട്ടിൽ പോകത്തില്ല. അടുത്ത ജംഗ്ഷനിൽ നിന്ന് ഏത് വിഷയത്തിന് അടി കൊണ്ടോ അതേ സുവിശേഷം പറയും. പിശാച് പോലും അങ്ങ് തല താഴ്ത്തി ഇവനെ അടിച്ചിട്ട്. ഗലാത്യ ലേഖനത്തിൽ പറയുന്നു, എൻ്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ അറപ്പോ വെറുപ്പോ തോന്നാതെ ദൈവദൂതനെ പോലെ ക്രിസ്തുയേശുവിനെ പോലെ എന്നെ കൈക്കൊണ്ടെന്ന്. ശരീരത്തിൽ ഉണ്ടായ അസ്വസ്ഥത നിമിത്തം ഗലാത്യ സഭയ്ക്ക് അറപ്പും വെറുപ്പും ഉളവാകണമെങ്കിൽ അടിച്ചു പൊട്ടിച്ച വ്രണമായിരിക്കും. അടുക്കാൻ വയ്യാത്ത ദുർഗന്ധം കാണും പൗലോസിന്. പക്ഷേ പറയാം, അപ്പം ഇതെല്ലാം ശരീര സംബന്ധമായ ഈ അസ്വസ്ഥത തൻ്റെ ജീവിതത്തിൽ, ഈ വ്രണങ്ങളും ഈ പഴുപ്പുകൾ ശരീരത്തിൽ നിന്ന് പോകുമ്പോഴും ആ പഴുത്ത ശരീരവുമായിട്ട് അടികൊള്ളാൻ പിന്നെയും തെരുവിച്ചെന്ന് നിൽക്കുക. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒരധ്യായം വായിച്ച് തള്ളുന്ന ലെവലൊക്കെ മാറിയിട്ട് സുവിശേഷ ലേഖനം നീ ഇരുന്ന് പഠിക്ക്. നിനക്ക് കുറച്ചൊക്കെ ജീവിക്കാൻ പറ്റും. ദാവീദും ഗോലിയാത്തൊക്കെ അങ്ങ് നിർത്തിയിട്ട് ഇങ്ങോട്ട് വാ. പ്രതികാര സങ്കീർത്തനത്തിനകത്ത് നിന്നുള്ള പോക്ക് നിർത്തിയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറി വാ. ഇങ്ങനെ പോയാൽ മതിയോ? പറ. ഈ ഉപവാസ പ്രാർത്ഥന 12-ാം ദിനത്തിൽ ഇങ്ങനെ പോയാൽ മതിയോ? നിങ്ങളാ പറയണ്ടേ. എനിക്കിങ്ങനെ പോയാൽ മതിയെന്ന് എത്ര പേര് പറയും? ഇതിനപ്പുറത്തൊരു തലമുണ്ടെന്ന് വിശ്വസിക്കാൻ എത്ര പേരുണ്ട്? ആ സ്നേഹം പങ്കുവയ്ക്കാൻ ഈ സഭയിൽ ഒരു കൂട്ടം ജനം എഴുന്നേറ്റ് വരികയാണെങ്കിൽ ചരിത്രം തിരുത്തുന്ന ദൈവപ്രവൃത്തി ഇതിനകത്ത് നടക്കും. ആമേൻ. ഹല്ലേലൂയ. ഈ പട്ടണത്തെ ഇളക്കാൻ നാം അധികമാ ദൈവമക്കളെ. ശിഷ്യന്മാരെ നോക്കിയിട്ട് ലോകം പറഞ്ഞെന്താണെന്നറിയാമോ? ഇവർ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ. 12 പേരെ നോക്കിയിട്ട് പറയുക, ഇവർ ലോകത്തെ എന്ത് ചെയ്യുക? കീഴും. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം പട്ടണത്തെ മറിക്കാൻ 12-ന്റെ എത്ര ഗുണിതങ്ങൾ അവിടെ ഇരിക്കുന്നേ. ഞങ്ങൾക്കിതൊന്നും വിഷയമേ അല്ല. നമ്മൾ സഭായോഗത്തിന് വന്ന് കൈയടിക്കും, അത്യാവശ്യം കൂട്ടായ്മയ്ക്കും വരും, പോകും. യേശുവിൻ്റെ സ്നേഹം നിൻ്റെ അകത്ത് നിറയുന്നുണ്ടോ? പ്രൈസ് ലോൺ. യേശുവിന് വേണ്ടി ഒരു നിന്ന് സഹിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു വലിയ പദവിയാണെന്ന് കരുതുന്ന എത്ര പേരുണ്ട്? പ്രൈസ് ലോൺ. പ്രൈസ് ലോൺ. എനിക്കൊരു സഹോദരി അമ്മച്ചിയെ അറിയാം. ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വന്ന ഒരു ബസ്സേ കയറിയാലുണ്ടല്ലോ, ഒരു സീറ്റിൽ 5 മിനിറ്റ് പോലും ഇരിക്കത്തില്ല. അടുത്തൊരു സീറ്റ് ഒഴിഞ്ഞ് കിടക്കുന്നെങ്കിൽ അവിടെ ചെല്ലും. ഈ 5 മിനിറ്റ് കൊണ്ട് അടുത്തിരുന്നവരോട് സുവിശേഷം പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നതാണ്. കൃപയാൽ നമ്മുടെ അടുത്തിരുന്നവരോട് ആരും ഇതുവരെയും പറയാനുള്ള പ്രേരണയൊന്നും അവരെത്ര സീറ്റ് ഒഴിവുണ്ടോ ആ സീറ്റിലെല്ലാം പോയിരുന്നിട്ട് അവരെ ആർക്കും കാണാം. ചെല്ലുമ്പോഴേ ആൾക്കാർ ഒരുമാതിരി പറയും. അവർ പറയും, എന്നാലും എന്നെ സ്നേഹിച്ച ഒരു ശബ്ദം എടുക്കാൻ കഴിയാത്ത സ്ത്രീ ആയിരുന്നു. വർഷങ്ങളോളം ഊമയായിട്ടിരുന്ന കർത്താവ് അവിടെ കെട്ടഴിച്ചത്. അവർ പറയുന്നത്, എൻ്റെ നാവിൻ്റെ ബന്ധനം അഴിച്ച കർത്താവിനെ പറയാതിരിക്കാൻ പറ്റുമോ? പ്രൈസ് ലോൺ. പ്രൈസ് ലോൺ. പ്രൈസ് ലോൺ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ
പ്രതികൂലങ്ങളിൽ കൂടെ മാത്രം കടന്നുപോയ, പോരാട്ടങ്ങൾ മാത്രം അനുഭവിച്ച വ്യക്തിത്വമായിരുന്നു പൗലോസ്. പക്ഷേ പൗലോസ് പറയുന്നു, എല്ലായിടത്തും ജയോത്സവമായി നടത്തിയ ദൈവത്തിന് പറ. സാക്ഷ്യം പറയാൻ അവസരം തരുമ്പോൾ ഗതികേടും പറഞ്ഞുകൊണ്ട് എഴുന്നേക്കരുത് ഇനി മേലാൽ. കരഞ്ഞും വിളിച്ചും പാട്ട് പാടരുതെന്ന് പറഞ്ഞാലും ദുഃഖത്തിൻ്റെ പാനപാത്രം പാടും. ഒരു പ്രത്യാശയുടെ ഗാനമൊക്കെ പാടി ആത്മാവിലൊന്ന് സാക്ഷ്യം പറ, കേൾക്കുന്നവർക്കൊരു ബലമാകട്ടെ. പുതിയ ഒരാളും അല്ല നമ്മുടെ കൂടെ വന്നാൽ അവർ പറയും, ഞങ്ങൾ നിൽക്കുന്നിടത്ത് ഇത്രയും കുഴപ്പമൊന്നും ഇല്ലെന്ന്. ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കണം. ഈ പ്രത്യാശയുടെ വാക്ക് പറയാനുണ്ടെങ്കിൽ മാത്രമേ ദൈവസഭയിൽ എഴുന്നേക്കാവൂ. ഭാരവും വേദനയൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് കർത്താവിനോട് പറയാം. പൊതുവിൽ പറയുമ്പോൾ ജനത്തെ ഉത്തേജിപ്പിക്കുന്ന വാക്കുകൾ പറയണം. പ്രൈസ് ലോൺ, പ്രൈസ് ലോൺ. സമയം അവസാനിച്ചു ഇവിടെ. ഇന്ന് പകൽ പ്രാണപ്രിയനോടുള്ള സ്നേഹം ഞാൻ തോറ്റുപോയെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? എനിക്ക് മടങ്ങി വരാൻ ആഗ്രഹമുണ്ടെന്ന്. നിങ്ങൾ കുറേ നേരം കൊണ്ട് ഇരിക്കല്ലേ, ഒന്ന് എഴുന്നേറ്റുന്ന്. ആ താല്പര്യമുള്ളവർ മാത്രം എഴുന്നേറ്റ്, അതേ അല്ലാത്തവർക്ക് അവർ ആ സ്ഥലങ്ങളിൽ തന്നെ ഇരിക്കാം. ഒരു നിമിഷം ഞാൻ കാണുന്നു അനേകർ ഹൃദയം തകർന്ന ദിവസത്തിൽ നിലവിളിക്കും. 2014 നവംബർ 13 എൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേക തീരുമാനത്തിൻ്റെ പകലായി തീരണമേ. ഇതിനകത്ത് നിൽക്കുമ്പോഴുള്ള സ്നേഹമല്ല, ഒരു പടി കൂടെ ഞാൻ നിന്നെ സ്നേഹിക്കും. വേദനകളുടെ നടുവിലും ജയോത്സവമായി നടത്തിയെന്ന് പറയും. ഹല്ലേലൂയ. 86 വയസ്സുള്ള പടുവൃദ്ധനായ പോളികാർപ്പിനെ റോമൻ ഗവൺമെന്റ് കൊലക്കളത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് യേശുവിനെ തള്ളി പറയാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചിങ്ങനെ പ്രതികരിച്ചു, കഴിഞ്ഞ 86 വയസ്സ് വരെ എനിക്കൊരു ദോഷവും ചെയ്യാത്ത എൻ്റെ പ്രാണപ്രിയനെ ഞാൻ എങ്ങനെ തള്ളിപ്പറയും? നിമിഷങ്ങൾക്കുള്ളിൽ സിംഹത്തിൻ്റെ കൂട്ടിലേക്ക് പോളികാർപ്പിനെ എറിഞ്ഞു കളഞ്ഞു. ദൈവവൈതലേ, ജീവൻ കൊടുക്കേണ്ടി വന്നാലും പ്രിയന്റെ സ്നേഹത്തിൽ നിന്ന് നീ അകന്നു പോകരുത്. ലോകം വെറുത്തവരാ ദൈവമക്കൾ. എൻ്റെ ശരീരത്തിൻ്റെ പുഷ്ടി വെളിപ്പെടുത്താനുള്ള വേദിയല്ല, ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങൾ പറഞ്ഞ് പ്രശംസിക്കാനുള്ള സ്ഥലമല്ല. കാൽവരിയുടെ കൊലമരത്തിന് ചുവട്ടി വന്നിട്ട് പറ, സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായവൻ എനിക്ക് വേണ്ടി ആളല്ലാത്ത വിധം വിരൂപനായി തീർന്നത് ഓർമ്മയുണ്ടെങ്കിൽ നീ വിളിച്ചു പറ, നന്ദിയോടെ പറ. ആളല്ലാത്ത വിധം വിരൂപനായ തേജസ്സിന്റെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറ, കന്നെത്താഞ്ഞ അടിച്ചത് എനിക്ക് വേണ്ടിയാന്ന് പറ. ആ ബോധ്യമുണ്ടെങ്കിൽ വിളിച്ചു പറ, ഇനി ഞാൻ ഇങ്ങനെ പോകത്തില്ല, എനിക്കിനി ഇങ്ങനെ പോകാൻ പറ്റത്തില്ല. ഒരു പൗലോസിനെയും ഒരു മറിയെയും 100 വ്യക്തിത്വങ്ങളെ തിരുവചനത്തിൽ കാണാൻ കഴിയും. എന്നാൽ ഞാൻ അല്പം മുമ്പ് ഓർമ്മപ്പെടുത്തിയ വ്യക്തിത്വം നമ്മുടെ നടുവിലുള്ള ഒരാളായിപ്പോഴും എനിക്ക് പറ്റത്തില്ലെന്നോ അവർക്കൊക്കെ പറ്റത്തുള്ളെന്നോ പറഞ്ഞ് ആശ്വസിക്കാൻ വരട്ടെ. ഇന്നും ഇതിൻ്റെ നടുവിൽ ജീവിക്കുന്ന രക്തസാക്ഷികളുണ്ട്. ദേശത്തിൻ്റെ അവിടെ എവിടെയെങ്കിലായിട്ടുണ്ട്. ദൈവം ഇതിലെ പ്രതിഫലം വീതിക്കുന്ന നാളിലെ അറിയത്തുള്ളതിൻ്റെ ആഴം. അന്ന് നീ ലജ്ജിച്ചു പോകാതിരിപ്പാൻ പെന്തക്കോസിന്റെ ലേബലൊന്ന് അഴിച്ചു വെച്ചിട്ട് പെന്തക്കോസിന്റെ ശക്തി ഒന്ന് വെളിപ്പെടുത്താൻ വടുക്കൽ ഉണ്ടായാലും യേശുവിൻ്റെ കൂടെ അവസാനം വരെ പോകാൻ പാടൊന്നുമില്ലെങ്കിൽ അധിക ദൂരെ യാത്ര ചെയ്തില്ലെന്നാ ഭക്തൻ പറയുന്നത്.
വിഗ്രഹങ്ങളെ കണ്ട് പൗലോസിന് ആഥേനയിൽ ചെന്നപ്പോൾ ചൂട് പിടിച്ചവന്റെ ഹൃദയം മൗനമായങ്ങ് പോയില്ല. അജ്ഞാതദേവന്റെ വേലിക്കല്ല് കണ്ടപ്പോൾ നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞാൻ അവനെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ് പ്രിയനെ വരച്ചു കാണിച്ചു. അവന് കിട്ടിയതെല്ലാം ഉപദ്രവം മാത്രമാ. പക്ഷെ അവൻ അറിയാം യേശു നിമിത്തമായത് പ്രതിഫലം വീതിക്കുന്ന ഒരു ദിവസമുണ്ട്. പൂർണ്ണമായി മനസാക്ഷിയോട് ചോദിക്കുമോ, ഹൃദയപൂർവ്വം നന്ദി പറയുമോ? ആരും വന്നില്ലെങ്കിലും ഞാൻ പോകും, ആരും ഇറങ്ങിയില്ലെങ്കിൽ എൻ്റെ പ്രിയനോട് ഞാൻ ഇറങ്ങും. 1 മണിക്കൂർ എനിക്ക് കിട്ടിയാൽ ഒരാളോട് ഞാൻ എൻ്റെ സുവിശേഷം പങ്കുവെക്കും, എൻ്റെ പ്രിയനെക്കുറിച്ച് പറയും, ഒരു ട്രാക്റ്റ് ഞാൻ കൊടുക്കും. ഹല്ലേലൂയ. ഒരു പുതിയ തീരുമാനത്തിനായി എന്നെ ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് ആഴമായി സ്നേഹിപ്പാൻ, ഒന്നും ബാക്കി വെക്കാതെ സ്നേഹിപ്പാൻ ഹൃദയത്തിൽ തീരുമാനമുള്ള ദൈവമക്കൾ നിങ്ങളുടെ വലങ്കരങ്ങളെ ദൈവസന്നിധിയിൽ ഉയർത്തിക്കാട്ടെ. പൂർണ്ണ നിശ്ചയമുണ്ടെങ്കിലേ ചെയ്യാവൂ, ആർക്കു വേണ്ടിയും ചെയ്യണ്ട. അൻപുള്ള പിതാവേ, ഈ ജനത്തെ ഞങ്ങളുടെ കയ്യിൽ തരിക. ഈ പകൽ ഞങ്ങളുടെ നടുവിലങ്ങ് വന്നതുകൊണ്ട് സ്തോത്രം. എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും അധികമായി സ്നേഹിക്കാൻ വരം തരണം. ഈ മിന്നി മറയുന്നതിൻ്റെ ഒന്നും പുറകെ ഓടിത്തീരാൻ ഞങ്ങളെ അനുവദിക്കരുത്. ഞങ്ങളുടെ ശരീരം നിന്റെ മന്ദിരമല്ലയോ? ലോകത്തിന് പാപത്തെ ചെയ്യാൻ ജനത്തിന് പ്രേരണ കൊടുക്കുന്ന ഒരു വസ്തുവാക്കി തീർക്കാതെ മരിപ്പിക്കാനുള്ള വരം എന്താ പ്രിയനെ? സൗന്ദര്യത്തിലും ധനത്തിലും ഒന്നും പുകഴാതെ, വിദ്യാഭ്യാസത്തിലും ശ്രേഷ്ഠതയിലും ഒന്നും മാന്യതയെ ആശ്രയിക്കാതെ പ്രാണനാഥനെ സ്നേഹിക്കാനുള്ള വരം തന്ന് സഹായിച്ചാട്ട്. അങ്ങ് ഞങ്ങളെ അതിനായി ഒരുക്കിക്കാട്ട്. നിന്റെ കുഞ്ഞുങ്ങളുടെ തീരുമാനത്തിൻ്റെ അടയാളം നീ കണ്ടല്ലോ. അവരെ ഓർക്കണമേ. സഭയ്ക്കകത്ത് വലിയ ആത്മീയ ഉണർവയക്കണമേ. ഞങ്ങളുടെ അഭിഷിക്തനും ദൈവസഭയിൽ ചേർന്ന് നെടുവീർപ്പിട്ട് കരയുമ്പോൾ വലിയ ചലനമയക്കണം. യേശുവിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനം ഇതിനകത്തുണ്ടാകട്ടെ. അപ്പച്ച വാഗ്ദത്തം കേൾക്കുന്ന കൈയടിക്കുന്നവർ മാത്രമല്ലപ്പാ, ഭൗതികം കിട്ടുമ്പം ആമി നൃത്തം ചെയ്യുന്നവർ മാത്രമല്ല, അടിയുടെയും പ്രതികൂലത്തിന്റെ നടുവിൽ യേശുവിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ഇതിനകത്ത് വെളിപ്പെട്ടു വരുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണമേ. അങ്ങയുടെ തൃക്കൈയിലെ ഏൽപ്പിക്കുന്നു. സമൃദ്ധിയായി അനുഗ്രഹിക്കണം. ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ സഭയെ, ജനത്തെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദിവജനമേ, നമ്മുടെ കണ്ണുകളെ നമുക്ക് ദിവസം ഉണ്ടാക്കിയാൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉപവാസത്തിൻ്റെ ഈ 12ാമത് പകൽക്കാല ദിവസമല്ലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തിയല്ലോ. കർത്താവ് തന്റെ ദാസൻ നമ്മുടെ മധ്യേ അയച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കേൾപ്പിച്ച എല്ലാ വചനങ്ങളെയും ഓർത്ത് സ്തോത്രം ചെയ്യുക. ഒരിക്കൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ ചോദിച്ചു, ഞാൻ ഇടയ്ക്കൊക്കെ കരയുന്നത് കൊണ്ട് ചിലരെന്നെ ഇരമ്യാവെന്ന് പറയുന്നു, ഞാൻ അത്ഭുതങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ചിലരെന്നെ ഏലിയാവെന്ന് പറയുന്നു, എന്നാൽ നിങ്ങൾ എൻ്റെ വിളി കേട്ട് ഇറങ്ങിയവരാ, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഉടനെ പത്രോസ് പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. യേശു മറുപടി പറഞ്ഞു, ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത്, സ്വർഗത്തിലെ എൻ്റെ പിതാവ്. ഈ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ യേശു ചോദിച്ചേനെ, ചിലരെന്നെ ഒരു ഭയങ്കരമായിട്ട് ചിത്രീകരിക്കാറുണ്ട്, പണമില്ലാത്തവർക്ക് പണം നൽകുന്ന. മറ്റു തന്നെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി പറയും, ഹല്ലേലൂയ, രോഗശാന്തി വരപ്രാപ്തൻ. മറ്റു ചിലർ തന്നെ ഒരു ട്രാവൽ ഏജൻസിക്കാരനായിട്ട് പറയും, പിള്ളേരെ വിദേശത്ത് അയക്കുന്നവൻ. എന്നാൽ നിങ്ങൾ എന്നെ അറിഞ്ഞിറങ്ങിയതല്ലേ, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? 21 ദിവസം ഉപവാസം ഒരു ലോൺ മേളയല്ല, ഇതൊരു മെഡിക്കൽ ക്യാമ്പല്ല. ഇടപെട്ടല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് ചിലതൊക്കെ ലഭിക്കാൻ വേണ്ടിയാണോ നാം ആരാധനയ്ക്ക് വരുന്നത്? നാം അവൻ്റെ സന്നിധി ഉപവസിക്കുന്നതിന് വേണ്ടിയാണോ? അതോ കർത്താവിനോട് ഒന്നും കൂടെ അടുക്കാൻ, കർത്താവിന് വേണ്ടി ഒന്ന് ചെലവായി പോകാൻ? ദൈവത്തിലെ 30 വയസ്സ് പ്രായമായ ഒരു മനുഷ്യൻ, അവൻ ആയുസ് അങ്ങേയറ്റം നീട്ടിക്കിട്ടിയാലും 60 അല്ല 70,
അടുത്തൊരു 30 വർഷമെന്ന് പറയുന്നത് ഒത്തിരി വർഷങ്ങളൊന്നുമില്ല, വെറും 10,000-ഓളം ദിവസങ്ങളേ ഉള്ളൂ. നീ ലോകത്തിൽ എന്തൊക്കെ നേടിയാലും നിനക്ക് 30 വയസ്സ് പ്രായമായെങ്കിൽ നീ കൂടുതൽ ജീവിക്കുന്നത് ഈ ലോകത്തിൽ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ എത്ര ആയുസ് ലഭിച്ചാലും 10,000-ഓ 12,000-ഓ ദിവസങ്ങൾ മാത്രമാണ്. ഈ നശിച്ചു പോകുന്ന ഈ ലോകത്തിൽ കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് ഹല്ലേലൂയ തീരുന്ന ഈ ലോകത്തിലെ ഓട്ടമാണോ? അതിനപ്പുറത്ത് നിത്യതയിൽ നിത്യയുഗങ്ങൾ അരുമനാഥനോടുള്ള വാസമാണ് നമ്മുടെ കാഴ്ചപ്പാട്. നമ്മുടെ ദർശനം ഒന്ന് വ്യാപിക്കട്ടെ, സ്നേഹമൊന്ന് വർദ്ധിക്കട്ടെ. വാക്കുകൊണ്ട് പറയുന്നൊരു സ്നേഹമല്ല. ഹല്ലേലൂയ, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞെന്നൊരു കുറവ് എനിക്ക് നിന്നെക്കുറിച്ച് പറയാനുണ്ട്. അതുകൊണ്ട് നീ മാനസാന്തരപ്പെട്ട്, ഏതിൽ നിന്ന് വീണെന്നോർത്ത് അറിഞ്ഞ് മാനസാന്തരപ്പെട്ട് നിന്റെ ആദ്യത്തെ സ്നേഹത്തിലേക്ക് വരാനല്ല, ആദ്യത്തെ പ്രവൃത്തിയിലേക്ക് വരാനാ. സ്നേഹം ഒരു വികാരമാ, പക്ഷേ വികാരത്തിനകത്ത് ഒതുങ്ങല്ല, സ്നേഹത്തിനൊരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തിയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനെ സംസാരിപ്പാണ് കർത്താവ് തന്നെ കർത്താവ് അധികാരപ്പെടുത്തിയല്ലോ. ഇന്ന് രാത്രികാലവും കർത്താവ് കാര്യങ്ങൾ എടുക്കണനായി നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ദൈവസ്ഥലം നല്ല പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുക. പൂർണ്ണമായി വസിക്കുന്ന ഭാഗ്യമായി വസിക്കുന്ന എല്ലാ കർത്തൃദാസദാസന്മാരെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യുക. ഈ വിഷയങ്ങളെല്ലാം ഓർത്താം. എല്ലാവരും ആത്മാവിശ്വാസത്തോടെ ദിവസമല്ലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു ദാസൻ പാസ്റ്റർ KS മധു അവറുകൾ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനിപ്പിക്കും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഞങ്ങൾ ഇടപെട്ട എല്ലാ നല്ല ദൈവശബ്ദത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ ദിവസങ്ങളിൽ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് പിന്നെയും ഇറങ്ങിച്ചെല്ലുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ പിന്നെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്ര പൗലോസ് പറയുന്നത് പോലെ ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ ആർക്കും വേർപിരിക്കാൻ കഴിയത്തില്ല. കഷ്ടതയോ സങ്കടമോ ആപത്തോ വാളോ ഒന്നിനും തന്നെ ദൈവസ്നേഹത്തിൽ നിന്ന് അത് വേർപിരിക്കാൻ കഴിയില്ല എന്ന് പൗലോസ് പറയുന്നത് പോലെ കർത്താവെ സ്തോത്ര ദിവസങ്ങളിൽ പിന്നെയും ഹാലേലു ദൈവത്തെ ആഴമായി സ്നേഹിപ്പാൻ തക്കവണ്ണം ആമേൻ പ്രൈസ് ദി ലോർഡ് പ്രൈസ് പിന്നെയും ഹാലേലുയാ സ്തോത്ര സുവിശേഷത്തിന് വേണ്ടി പിന്നെയും പ്രവർത്തിപ്പാനൊക്കെയും കർത്താവെ ദൈവമായ കർത്താവ് ഞങ്ങളെ പിന്നെയും ദൈവം ഒരുക്കി കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാകൃത്യമായിട്ട് ആമേ ഞങ്ങൾ ഇടപെട്ടുവല്ലോ. തൻ്റെ ദാസനിൽ കൂടി പ്രൈസ് ദി ലോർഡ് അനുഗ്രഹിക്കപ്പെട്ട ദൈവശബ്ദം ദൈവം ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. ഞങ്ങളെ ഒന്നുകൂടി ഒന്ന് കാണുവാൻ തക്കവണ്ണം ആലയിലെ ഞങ്ങളെ ഒന്നുകൂടി ഒന്ന് ശോധന ചെയ്യുവാൻ തക്കവണ്ണം ആമേൻ ചെന്നു പിന്നെയും ദൈവസ്നേഹത്തിലേക്ക് ഒന്ന് മടങ്ങി വരുവാൻ തക്കവണ്ണം ഒക്കെയും ഹാലേലുയ അതേ കർത്താവിൻ്റെ ദാസൻ നല്ല സന്ദേശം ഞങ്ങൾ അറിയിച്ചുവല്ലോ കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. രാത്രി കാലം നടക്കുന്ന മീറ്റിങ്ങും വലിയ അനുഗ്രഹത്തിനും വിടുതലിനും ദൈവം കാരണമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉപവാസം വ്യക്തിപരമായും കുടുംബപരമായും ദേശപരമായും സഭാപരമായും വലിയ അനുഗ്രഹത്തിന് വിടുതലിനും ദൈവം കാരണമാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെയും ദൈവം ജീവിതങ്ങളെ കൂട്ടി വരുത്തും, ദേശത്തിൻ്റെ കെട്ടുകളെ അഴിക്കും. ആമേൻ ജയം പ്രൈസ് ദി ലോർഡ്. പിന്നെയും ദൈവ പ്രവൃത്തി ആമേൻ ഞങ്ങളുടെ ആത്മീക ഭൗതിക ശാരീരിക മാനസിക മണ്ഡലങ്ങളെല്ലാം വെളിപ്പെട്ട് കാണുവാൻ കർത്താവ് പിന്നെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നന്ദിയോടെ ഉപവസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമേൻ ഭാഗികമായും പൂർണ്ണമായി ഉപവസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പിന്നെയും ദൈവം ശക്തീകരിക്കണമേ. പ്രൈസ് ദി ലോർഡ് അപ്പാവിൻ്റെ വലിയ കൃപ പിന്നെയും ദൈവം വ്യാപരിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയുടെ വചനത്തിൽ ബലപ്പെടുവാനും ശക്തിപ്പെടുവാനും ദൈവം ഞങ്ങളെ പിന്നെ ഒരുക്കും. കൃപയുടെ മറവിൽ ഞങ്ങളെ എല്ലാവരെയും സൂക്ഷിക്കും. യേശു ക്രിസ്തുവിനുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.